സെമസ്റ്റർ BA ഫിലോസഫിയുടെ സിസ്റ്റംസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്ന പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഫിലോസഫി പ്രധാനമായും രണ്ടായി നമുക്ക് തരംതിരിക്കാം: ആസ്തിക ആൻഡ് നാസ്തിക, ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഹെറ്ററോഡോക്സ്. ഇപ്പോൾ വേദങ്ങളുടെ ആധികാരികതയെ അംഗീകരിക്കുന്ന ഓർത്തഡോക്സ് സ്കൂളും വേദങ്ങളുടെ ആധികാരികതയെ അംഗീകരിക്കാത്ത, അതിനെ നിരാകരിക്കുന്ന ഹെറ്ററോഡോക്സ് സ്കൂളുമാണുള്ളത്. ഓർത്തഡോക്സ് സ്കൂളിൽ 6 സിസ്റ്റംസ് ഓഫ് ഫിലോസഫിയാണുള്ളത്: ന്യായ, വൈശേഷിക, സാംഖ്യ, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ ഓർ വേദാന്ത. ഇനി ഹെറ്ററോഡോക്സിൽ, ഓർത്തഡോക്സ് സിസ്റ്റത്തിലുള്ള നാസ്തിക സിസ്റ്റത്തിലുള്ളത് 3 സിസ്റ്റമാണ് പ്രധാനമായിട്ടുള്ളത്: ബുദ്ധിസം, ജൈനിസം, ചാർവാക, മെറ്റീരിയലിസം. നമുക്ക് കൂടുതൽ വിശദമായി ഇത് പരിശോധിക്കാം. Indian philosophy is the system of thought and reflection that were developed by the civilization of the Indian subcontinent. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഫിലോസഫിയാണ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫിലോസഫി ഈസ് ഡിനോട്ടഡ് ബൈ ദ വേർഡ്സ് ദർശന ആൻഡ് തത്വ, വിച്ച് മീൻസ് വിഷൻ ഓഫ് ട്രൂത്ത് ആൻഡ് റിയാലിറ്റി. ഇന്ത്യൻ ഫിലോസഫിയെ ദർശന അഥവാ തത്വ എന്നീ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിഷൻ ഓഫ് ട്രൂത്ത് അഥവാ റിയാലിറ്റി. എന്താണ് സത്യം അല്ലെങ്കിൽ എന്താണ് യാഥാർത്ഥ്യം എന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ഫിലോസഫി. Indian thought has been concerned with various significant philosophical problems like the nature of the world, the nature of reality, logic, the nature of knowledge, ethics, religion. എല്ലാ ഫിലോസഫിയും പോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫിയിലും എപ്പിസ്റ്റമോളജിയും മെറ്റാഫിസിക്സും അതുപോലെ തന്നെ കോസ്മോളജിയും റിലീജിയനും എത്തിക്സും ഒക്കെ വളരെ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദ വേരിയസ് ഫിലോസഫിക്കൽ ഐഡിയാസ് ദാറ്റ് വെർ ഡെവലപ്ഡ് ഇൻ ദ ഫിലോസഫിക്കൽ സിസ്റ്റം ഒറിജിനേറ്റഡ് ഇൻ ദ വേദാസ്, എ ബോഡി ഓഫ് ടെക്സ്റ്റ് ദാറ്റ് വെർ കമ്പോസ്ഡ് പോസിബിളി അറൌണ്ട് 2000 years ബിഫോർ കോമൺ എറ. അപ്പം കോമൺ എറയ്ക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഫിലോസഫി സ്കൂളിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്, അല്ല അതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് വേദങ്ങളാണ്. ഇൻ ഇന്ത്യൻ ഫിലോസഫി ഇറ്റ് ഈസ് റിച്ച് ആൻഡ് വെറൈഡ്, ഇൻക്ലൂഡിംഗ് സച്ച് കോൺട്രാസ്റ്റഡ് സ്റ്റാൻഡ് പോയിന്റ് ആസ് ദോസ് ഓഫ് മെറ്റീരിയലിസം ആൻഡ് സ്പിരിച്വലിസം, പ്ലൂറലിസം ആൻഡ് മോണിസം, റിയലിസം ആൻഡ് ഐഡിയലിസം, തീയിസം ആൻഡ് അബ്സല്യൂട്ടിസം. ദ ഒറിജിൻ ഓഫ് ഇന്ത്യൻ ഫിലോസഫി മേ ബി ഈസിലി ട്രേസ്ഡ് ഇൻ ദ വേദാസ്. നമുക്ക് ഇന്ത്യൻ ഫിലോസഫിയുടെ ഉത്ഭവം എന്ന് പറയുന്ന വേദങ്ങളിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ദ നെയിം വേദ മീൻസ് നോളജ്. വേദങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നോളജ് എന്നാണ്. ആൻഡ് ദേ ആർ 4 numbers. 4 തരത്തിലുള്ള വേദങ്ങളാണുള്ളത്: ഋഗ്, സാമ, യജുർ ആൻഡ് അഥർവ. വേദാസ് സ്റ്റാൻഡ്സ് ഫോർ ദ മന്ത്രാസ് ആൻഡ് ബ്രാഹ്മണാസ്. വേദങ്ങളെ നമുക്ക് വേണമെങ്കിൽ പ്രധാനമായും 2ആയി തിരിക്കാം, അല്ലെ 2 ഭാഗങ്ങളായി പരിഗണിക്കാം: മന്ത്രാസ് ആൻഡ് ബ്രാഹ്മണാസ്. Mantras means a hymn addressed to some god or goddesses, and the collection of the mantras are called Samhita. Each Veda is a body of prose writing of later date called Brahmanas, which explain the ceremonial application of the text. The Aranyakas and the Upanishad respectively expound the symbolism of more difficult rites and speculate on the nature of the universe and humanity's relation to it. അപ്പം ഇത് പ്രധാനമായിട്ടും ഈ എന്താ പറയുക, യജ്ഞങ്ങളുടെ റൂളുകളെ സംബന്ധിക്കുന്ന, അതിൻ്റെ ആപ്ലിക്കേഷനെ സംബന്ധിക്കുന്നതൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ മന്ത്രാസിൽ വിശദീകരിച്ചിട്ടുള്ളത്. അത് ഒരു പ്രോസ് റൈറ്റിങ്സാണ്, ഒരു ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ അവസാന ഭാഗമായി വരുന്ന ഉപനിഷത്തുകളിലാണ് ഫിലോസഫി കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഫിലോസഫിക്കലായിട്ടുള്ള തോട്ടുകൾ, സ്പെക്കുലേഷൻസും ഒക്കെ നടന്നിട്ടുള്ളത്. ഉപനിഷത്ത് ആർ റിഗാർഡ് ആസ് ദ ക്രക്സ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി. ഇന്ത്യയുടെ ക്രക്സ് പോയിൻ്റ് എന്ന് പറയുന്നത് ഉപനിഷത്താണെന്നാണ് പരിഗണിച്ചു പോരുന്നത്. ഓർത്തഡോക്സ് ആൻഡ് ഹെറ്ററോഡോക്സ് 2 വിഭാഗങ്ങളായിട്ട് നമുക്ക് ഇന്ത്യൻ ഫിലോസഫിയെ ഡിവൈഡ് ചെയ്യാമെന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. നമുക്ക് കുറച്ചുകൂടെ വിശദമായി ഇതിനെ ഒന്ന് പരിശോധിക്കാം. ദ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി ആർ ഡിവൈഡ് ഇൻറ്റു 2 types. ദേ ആർ ആസ്തിക or orthodox and nastika or heterodox. The basic difference between 2 branches of Indian philosophy
school is said to be based on the recognition of Vedas. വേദങ്ങളുടെ ആധികാരികതയെ അംഗീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ രണ്ട് ഡിവിഷനായി തിരിച്ചിട്ടുള്ളത്. ഓർത്തഡോക്സ് സ്കൂൾസ് റെക്കഗ്നൈസ് ദ അതോറിറ്റി ഓഫ് വേദാസ് വൈൽ ഹെറ്ററോഡോക്സ് സ്കൂൾസ് ഡോണ്ട് ബിലീവ് ഇൻ ദ അതോറിറ്റി ഓഫ് ദ വേദാസ്. ഓർത്തഡോക്സ് സ്കൂൾസ് വേദങ്ങളുടെ ആധികാരികതയെ അംഗീകരിക്കുമ്പോൾ തന്നെ ഹെർത്തഡോക്സ് സിസ്റ്റം അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. ദ ടേം ആസ്തിക ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ സാൻസ്ക്രിറ്റ് വേർഡ് അസ്ഥി, which literally means knowing that which exists. They consider the Vedas as the authoritative and reliable source of knowledge. The term Nastika is the negative of Astika. They reject the Vedas as authoritative text or sources of knowledge. The various Indian philosophies contain such a diversity of views, theories and systems that it is almost impossible to single out characteristics that are common to all of them. The Astika school includes 6 systems of Indian philosophy, namely Sankhya Yoga, Nyaya Vaisheshika, Mimamsa and Vedanta. These 6 schools or systems are collectively known as Saddarsana. അതായത് ആസ്തിക സ്കൂളിൽ 6 ട്രഡീഷൻസാണ് ഉള്ളത്, അല്ലെ സ്കൂൾ ഓഫ് ഫിലോസഫീസ് ആണുള്ളത്. സാഖ്യ, യോഗ, ന്യായ, വൈശേഷിക, മീമാംസ ആൻഡ് വേദാന്ത എന്നീ 6 സ്കൂളുകളാണല്ലേ. ഇതിനെ മൊത്തത്തിൽ സദ്ദർശനാസ് എന്ന് പറയും. Among the 6th Astika or Orthodox or Vedic systems, the Sankhya and the Mimamsa are theistic, whereas the Nyaya, the Vaisheshika, the Yoga and the Vedanta are regarded as theist. Charvaka, Jainism and Buddhism are the heterodox system of Indian philosophy. ചാർവാകൻ്റെ ജൈനിസവും ബുദ്ധിസവും, ചാർവാക ജൈനിസം ആൻഡ് ബുദ്ധിസം, ചാർവാക മെറ്റീരിയലിസം, ഈ 3 സ്കൂളും ഹെറ്ററോഡോക്സ് സിസ്റ്റത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മൊഡ്യൂൾ 2 നോൺ വേദിക് സിസ്റ്റം. അപ്പോൾ നമുക്ക് ഹെറ്ററോഡോക്സ് സിസ്റ്റം അഥവാ നോൺ വേദിക് സിസ്റ്റം ഒന്ന് പരിശോധിക്കാം. ദ മെയിൻ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി ദാറ്റ് റിജക്ട് ദ വേദാസ് വെയർ റിഗാർഡഡ് ആസ് ഹെറ്ററോഡോക്സ് ഓർ നോൺ വേദിക് ട്രഡീഷൻ. ഇത് നാസ്തിക സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫീസ് ആർ ബുദ്ധിസം, ജൈനിസം ആൻഡ് ചാർവാക. ദ വേർഡ് ചാർവാക generally stands for materialist school. Brihaspati is the founder of materialism and he is also known as the heretical teacher. ബൃഹസ്പതിയാണ് ഈ ചാർവാക സ്കൂളിൻ്റെ ഫൗണ്ടർ. ദ വേർഡ് ചാർവാക ഈസ് നോട്ട് എ പ്രോപ്പർ നെയിം ബട്ട് ഇറ്റ് ഈസ് എ കോമൺ നെയിം ഗിവൻ ടു എ മെറ്റീരിയലിസ്റ്റ് സ്കൂൾ. ചാർവാക എന്ന് പറയുന്നത് ഒരാളുടെ പേരല്ല, മറിച്ച് ഈ മെറ്റീരിയലിസ്റ്റിക് സ്കൂളിന് പൊതുവിൽ പറയുന്ന പേരാണ് ചാർവാക. ചാർവാക എറ്റിമോളജിക്കലി മീൻസ് സ്വീറ്റ് ടാങ്ക്ഡ്, ചാരുവാക്ക്. അതിൻ്റെ ഒരു വാക്യാർത്ഥം എന്ന് പറയുന്നത് മനോഹരമായി സംസാരിക്കുന്ന ആൾ, അല്ലെ ചാരുവാക്ക്, സ്വീറ്റ് ടാങ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ചാരുവാകാസ് ഹാവ് സ്വീറ്റ് വേർഡ്സ് ആൻഡ് ഇറ്റ് സിഗ്നിഫൈസ് എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ എൻജോയ്മെൻറ്റ് ലൈക്ക് ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി. കഴിക്കുക, കുടിക്കുക, സന്തോഷമായിട്ടിരിക്കുക എന്ന ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലയിലും ചാർവാക എന്ന വാക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട്. ചാർവാക സിസ്റ്റത്തിലെ തിയറി ഓഫ് പെർസെപ്ഷൻ അഥവാ മീൻസ് ഓഫ് നോളജ്, അതായത് നമുക്ക് വിജ്ഞാനം കിട്ടാനുള്ള മാർഗമായി ചാർവാക സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുന്നത് പെർസെപ്ഷനെ മാത്രമാണ്. തിയറി ഓഫ് പെർസെപ്ഷൻ, അവരുടെ തിയറി ഓഫ് പെർസെപ്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ദ ചാർവാക ഹോൾഡ് പെർസെപ്ഷൻ ആസ് ദ പ്രൈമറി ആൻഡ് പ്രോപ്പർ സോഴ്സ് ഓഫ് നോളജ്. പെർസെപ്ഷൻസ് ആർ ഓഫ് 2 types for Charvaka, external and internal. External perception is described as that arising from the interaction of 5 senses and worldly objects, while internal perception is described by the school as that of inner sense, the mind. It rejects all other pramana including inference. Inference is said to be a mere leap in the dark. We proceed here from the known to the unknown and there is no certainty in this, though some inference may run out to be accidentally true. യാദൃശ്ചികമായ ചില ഇൻഫറൻസ് സത്യമായി വരാമെങ്കിലും ചാർവാക സ്കൂൾ അതിനെ നിരാകരിക്കുകയാണ്. കാരണം അത് അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ് ഇൻഫറൻസസ് എന്നുള്ള നിലയിലാണ് അവരതിനെ കാണുന്നത്. ഇൻഫറൻസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് deriving a new conclusion and truth from one or more observations and previous truths.
The reason assigned for rejecting inference is that there is not sufficient warrant for believing in the truth of the inductive relation or vyapti, which forms its basis. Vyapti, therefore, is the nerve of all inference. Perception does not prove the vyapti, but inference, testimony are prove the vyapti. അപ്പം എന്തുകൊണ്ടാണ് ഇൻഫറൻസിനെ അവരൊരു വാലിഡ് സോഴ്സ് ഓഫ് നോളജായി കൺസിഡർ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ ഇൻഫറൻസിൻ്റെ നെർവ് എന്ന് പറയുന്ന വ്യാപ്തി അഥവാ കൺകൊമിറ്റൻസ് റിലേഷൻ അതിന് പ്രൂഫില്ല എന്നുള്ളതാണ്. അത് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല, അത് വാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നതാണ് അവരതിനെ തള്ളിക്കളയാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. Materialism. The term Lokayata and Charvaka have historically been used to denote the philosophical school of Indian materialism. It rejects the existence of otherworldly entities such as immaterial soul or God and the afterlife. അതായത് മരണാനന്തര ജീവിതവും ദൈവവും സോളും എല്ലാം ഈ മെറ്റീരിയലിസ്റ്റ് ഭൗതികവാദികൾ തള്ളിക്കളയുകയാണുള്ളത്. The good for the Indian materialist is strictly associated with the pleasure, and the only ethical obligation forwarded by the system is the maximum of one's own pleasure. അപ്പം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷകരമായി ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവരുടെ എത്തിക്സ് മുന്നോട്ട് വെക്കുന്നത് സന്തോഷകരമായ ഒരു മാക്സിമം പരമാവധി സന്തോഷകരമായി ജീവിക്കുക എന്ന ഒരു എത്തിക്സാണ് ഈ ഭൗതികവാദികൾ മുന്നോട്ട് വെക്കുന്നത്. ദ ചാർവാക അഡ്മിറ്റ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് 4 elements, എർത്ത്, വാട്ടർ, ഫയർ ആൻഡ് എയർ ഓൺലി, ആൻഡ് റിജക്ട്സ് ദ 5th, the ether, because it is not perceived but inferred. Similarly, soul and God and the hereafter are rejected. Everything which exists, including the mind, is due to a particular combination of these 4 elements. The elements are eternal, but their combinations undergo production and dissolution. Consciousness is regarded as mere product of matter. Given the 4 elements and their particular combination, consciousness manifests itself in the living body. The so-called soul is simply the conscious living body. അപ്പോൾ നമ്മൾ പറയുന്ന ഈ കോൺഷ്യസ്നെസ്സിനെ അവർ പറയുന്നത്, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് സിമ്പിൾ നമ്മുടെ ശരീരം തന്നെ കോൺഷ്യസ് ബോഡിയാണ് ആത്മാവ്. ആ ബോഡി നശിച്ചാൽ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല എന്നാണ് അവർ മുന്നോട്ട് വെക്കുന്ന സങ്കല്പം. One identifies the soul with the gross body, another with the senses, another with the vital breaths, and the last with the mental organs. According to Charvaka, earth, water, fire and air are the elements. Bodies, senses and objects are the result of the different combination of elements. Consciousness arises from matter like the intoxicating quality of wines arising from fermented yeast. The soul is nothing but the conscious body. Enjoyment is the only end of human life. Death alone is liberation. Jainism, മറ്റൊരു ഹെറ്ററോഡോക്സ് സ്കൂളാണ് ജൈനിസം. The word Jainism is derived from the Jina, which means conqueror. അതായത് നമ്മുടെ പാഷനെ പരാജയപ്പെടുത്തിയ ആളെന്ന നിലയിലാണ് ജിന എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ജിന ടെക്സ്റ്റ് discuss numerous philosophical topics such as epistemology, metaphysics, ethics, cosmology and storyology. Jaina thought is primarily concerned with understanding the nature of living beings, how these things are bound by karma, and how living beings may be liberated from the cycle of reincarnation. Jainism traces its spiritual ideas and history through a succession of 24 leaders or Tirthankaras. The first among them is Rishabhadeva. The 23rd Tirthankara is Parshvanatha, and the 24th Tirthankara is Mahavira. There are 2 sets of Jainism. They are Shvedambaras and Digambaras. 2 തരത്തിലുള്ള 2 വിഭാഗമുണ്ട് ജൈനസത്തിൽ തന്നെ. അത് ശ്വേതംബരന്മാരെന്നും ദിഗംബരന്മാരെന്നും അറിയപ്പെടുന്ന 2 വിഭാഗങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ 24 തീർത്ഥങ്കരന്മാരിലൂടെയാണ്, 24 ഫിലോസഫേഴ്സിലൂടെയാണ് ഈ ഫിലോസഫി ഫ്ലറിഷ് ചെയ്ത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വികസിച്ച് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഋഷഭദേവയാണ്, അതിനുശേഷം ഏറ്റവും അവസാനത്തതാണ് മഹാവീരൻ. ജീവ അജീവ.
Jainism is basically dualistic, realistic and pluralistic. Jaina divides the universe into two independent, everlasting, coexisting, uncreated categories called the Jiva and the Ajiva. അപ്പം ഈ ലോകം മുഴുവൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. അതാണ് ജീവ ആൻഡ് അജീവ, സോൾ ആൻഡ് നോൺ സോൾ അഥവാ മാറ്റർ. അക്കോർഡിംഗ് ടു ദം ദ universe functions through the interaction of living souls and the 5 categories of non-living entities. Jiva or soul is the principle of sentience and is one of the tattvas or one of the fundamental substances forming part of the universe. The Jiva, according to Jainism, is an essential part of how the process of karma, rebirth and the process of liberation form rebirth works. Ajiva is divided into either condition of movement, dharma, condition of rest, adharma, time, kala and matter, putkala. Souls are not only the property of animal and plant life, but also of entities such as stones, rocks, running water and many other natural objects not looked upon as living by other sex. Jiva means the conscious spirit and Jiva means and Ajiva means unconscious non-spirit. Ajiva includes not only matter, which is called Putkala, but also space, motion, rest and time. Spirit, matter, motion, rest and space are described as astigaya dravyas or substance which possesses constituent parts extending in space, while time is the only anastikaya dravya which has no extension in space. Dharma and adharma are used here not in their popular sense of merit and demerit, but in the technical sense of the conditions of movement and rest. Like space and time, they also are eternal and imperceptible. Matter is called Putkala, which means that which is liable to integration and disintegration. Time is anastikaya because it does not extend in space. It is infinite like time. Space is also infinite, eternal and imperceptible. The infinite of space called Akasha and is divided into 2 parts, namely the Lokakasha, that is the space occupied by the universe, and the Alokakasha, the portion beyond the universe. The Lokakasha is the portion in which are to be found the remaining 5 substances, jivas, that is jivas, matter, time, dharma and adharma, but the Alokakasha is the region of pure space containing no other substance and lying stretched on all sides beyond bounds of the 3 worlds. At the summit of the Lokakasha is the Siddha Shila, abode of the liberated souls. Syadvada എന്ന് പറയുന്ന തിയറി എപ്പിസ്റ്റമോളജിക്കൽ തിയറിയാണ് ജൈനിസം മുന്നോട്ട് വെക്കുന്നത്. Syadvada is the Jaina doctrine of epistemological relativism. It is the doctrine that all judgments are conditional, holding good only in certain conditions, circumstances or senses expressed by the word Syad. അതായത് ഇവിടെ നോളജ് എന്ന് പറയുന്ന അല്ല നമ്മുടെ ഓരോ ജഡ്ജ്മെൻറ്റും അല്ല നമ്മുടെ ഓരോ നോളജുകളും കണ്ടീഷണലാണ്. അതായത് അതിനെ ആ സർക്കംസ്റ്റാൻസസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുമായി റിലേറ്റ് ചെയ്താണ് അതുകൊണ്ടാണ്. അത് പാർഷ്യലാണ്, സാധ്യതയുള്ളത് മാത്രമാണ്, ഉറപ്പായും പൂർണ്ണമായും നമുക്കറിയാൻ കഴിയില്ല എന്നാണ് സ്യാദ്വാദ മുന്നോട്ട് വെക്കുന്നത്. ദ എറ്റിമോളജി ഓഫ് സ്യാദ്വാദ comes from 2 roots. Syad means maybe, whereas Vada means assertion. Placed together, Syadvada becomes the assertion of what may be, the assertion of possibilities. According to this theory, every judgment is only partial or relative.
This process ensures that each statement is expressed from 7 different conditional and relative viewpoints or propositions. And truth, it is also known as theory of conditioned prediction. Syadvada, which is also called Sabdha Bhangi Naya, is the theory of relativity of knowledge. Syadvada അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ശബ്ദഭംഗി നയ. ഇത് നമ്മുടെ അരിസ്റ്റോട്ടലിസ് സിലിജിസത്തിൽ 3 അംഗങ്ങളാണുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് 7 സ്റ്റെപ്സാണ് ഉള്ളത്. അതിനാണ് ശബ്ദഭംഗ നയ എന്ന് പറയുന്നത്. Sabdhabhangi Naya means dialectic of the 7 steps. Each judgment being relative is preceded by the word Syad. This is Syadvada. The 7 steps are as follows. Syad asti, maybe is. Syad nasti, maybe is not. Syad asti nasti, maybe is and is not. Syada vaktavyam, maybe is unpredictable. Syad asti kha avaktavyam, maybe is and is unpredictable. Syad nasti kha avaktavyam, maybe is not unpredictable. Syad asti kha nasti cha avaktayam, maybe is not and unpredictable. Each of these 7 propositions examines the complex and multifaceted reality from a relative point of view of time, space, substance and mode. The Jain doctrine of Syadvada then is intended to demonstrate that among several truths about a particular thing, one or the other or both may be in fact be valid, resulting in a qualified prediction as shown in the theory of manifold predictions. അനേകാന്തവാദം ജൈനിസം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു മെറ്റഫിസിക്കൽ തിയറിയാണ് അനേകാന്തവാദം. നമുക്കൊന്ന് പരിശോധിക്കാം. അനേകവാന്ത ഓർ ദ തിയറി ഓഫ് മെനി സൈഡ്നെസ് ഇസ് ദ ജൈൻ ഡോക്ട്രിൻ അബൌട്ട് മെറ്റാഫിസിക്കൽ ട്രൂത്ത്സ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the ultimate truth and the reality is complex and it has multiple aspects. It is called Anekantavada or manyness of reality. അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് അല്ലെ റിയാലിറ്റി എന്ന് പറയുന്നത് നിരവധി സൈഡുകളുള്ള ഒരു മൾട്ടിപ്പിളായിട്ടുള്ള അസ്പെക്ട്സ് ഉള്ള ഒരു വസ്തുതയാണ്. മറിച്ച് അത് നമുക്ക് കാണാനോ പെർസീവ് ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കൂടുതലായി ഉള്ളതാണ്. Matter and spirit are regarded as separate and independent realities. There are innumerable material atoms and innumerable individual souls, which are all separately and independently real. അപ്പോൾ മാറ്ററും സ്പിരിറ്റും ഇൻഡിപെൻഡൻ്റ്ലി റിയലാണ്, അത് രണ്ടും റിയലാണ്. അതുപോലെ തന്നെ ഇവിടെ ഇന്യൂമറബിളായിട്ടുള്ള ആറ്റംസും ഇന്യൂമറബിളായിട്ടുള്ള ഇൻഡിവിജ്വൽ സോൾസും എല്ലാം ഉണ്ട്. അതൊക്കെ സെപ്പറേറ്റും അതിനൊക്കെ ഇൻഡിവിജ്വലായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസും ഉണ്ടെന്നാണ് ഇവിടെ അവർ പറയുന്നത്. ആൻഡ് ഈച്ച് ആറ്റംസ് ആൻഡ് ഈച്ച് സോൾ പൊസസസ് ഇന്യൂമറബിൾ ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്സ് ഓൺ. ഇങ്ങനെ വളരെ ഇന്യൂമറബിളായിട്ടുള്ള ഈ സോൾസും ആറ്റംസും ഒക്കെ ഇന്യൂമറബിളായിട്ടുള്ള അനന്തമായിട്ടുള്ള നല്ല എണ്ണമറ്റ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ക്വാളിറ്റീസ് പൊസസ് ചെയ്യുന്നുണ്ട്. A thing has got an infinite number of characteristics of its own. Every object possesses innumerable positive and negative characters. It is not possible for us to know all the qualities of a thing. നമ്മളെ സംബന്ധിച്ച് ഒരു വസ്തുവിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അറിയുക എന്ന് പറയുന്നത് അസാധ്യമാണെന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് ജൈന ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ അനേകാന്തവാദ കൺസെപ്റ്റ് യൂസിങ് ദ പാരബിൾ ഓഫ് ബ്ലൈൻഡ് മെൻ and an elephant. The parable has several Indian variations but broadly goes as follows. അതായത്
ഇവിടെ അതിൻ്റെ അവരുടെ അനേകാന്തവാദ തിയറി വിശദീകരിക്കുന്നതിന് വേണ്ടി അവർ പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ബ്ലൈൻഡ് മാനും അന്ധനും ആനയും എന്നുള്ളൊരു ഒരു ഒരു കഥയാണ്. അതായത് അന്ധന്മാർ ആനയെ കണ്ടതുപോലെ. അപ്പം ഒരു ആനയെ കാണാൻ പോയ അന്ധന്മാർ അപ്പം ആനയെ പരിശോധിക്കുമ്പോൾ ആനയുടെ തുമ്പിക്കൈ പിടിച്ച ആൾ പറയും അത് ഒരു തിക്കായിട്ടുള്ള ഒരു സ്നേക്ക് പോലെയാണ് ആന ഇരിക്കുന്നതെന്ന്. അതിൻ്റെ കാലെ പിടിച്ച ആൾ പറയും അതൊരു പില്ലർ പോലെയാണെന്ന് പറയും. കാരണം നമുക്കൊരു വസ്തുവിൻ്റെ നമ്മൾ പെർസീവ് ചെയ്യുന്ന ഭാഗം മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമ്പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് ജൈനിസം മുന്നോട്ട് വെക്കുന്നത്. 3 Ratnas ജൈനിസത്തിലെ മറ്റൊരു കൺസെപ്റ്റാണ് 3 Ratnas. ഇത് എയിം ഓഫ് ജൈന ലൈഫ് ഈസ് ടു അച്ചീവ് ലിബറേഷൻ ഓഫ് ദ സോൾ. അതായത് ജൈനന്മാരുടെ ജൈന ഫിലോസഫി മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ ജൈന ഫിലോസഫിയുടെ ലക്ഷ്യം തന്നെ മോക്ഷമാണ്. നമ്മുടെ ആത്മാവിൻ്റെ മോക്ഷമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതായത് സഫറിങ്സിൽ നിന്നുള്ള മോക്ഷമാണ് മുന്നോട്ട് വെക്കുന്ന തത്വശാസ്ത്രം. ദിസ് ഈസ് ഡൺ ബൈ ഫോളോവിങ് എ ജൈന എത്തിക്കൽ കോഡ്. ഇത് സാധ്യമാവുന്നത് ജൈനരുടെ എത്തിക്കൽ കോഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ആണ്. ഓർ ടു പുട്ട് ഇറ്റ് സിംപ്ലി, ലിവിങ് റൈറ്റ്ലി ബൈ ഫോളോവിങ് ദ 3 jewels ഓഫ് ജൈന എത്തിക്സ്. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ ജൈനിസം മുന്നോട്ട് വെക്കുന്ന 3 എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ലിബറേഷൻ സാധ്യമാകുക എന്നാണ് അവർ പറയുന്നത്. ദ 3 jewels ആർ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആൻഡ് യെറ്റ് ഇൻഡിപെൻഡൻറ്റ്. ഈ 3 jewels എന്ന് പറയുന്നത് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, എന്നിരുന്നാലും അത് ഓരോന്നും ഡിപ്പെൻഡൻ്റ് ആണ്. There are 3 parts to this: right view, right knowledge and right conduct. ഇത് 3 3 Ratnas. Right view, right knowledge and right conduct. Right view, Samyak Darshana. Right view comes with the ability to discriminate correctly between right and wrong, good and bad, right belief and wrong belief, right knowledge and wrong knowledge, and between truth and untruth. This doesn't mean believing what you are told, but it means seeing things properly and avoiding preconceptions and superstitions that get in the way of seeing clearly. Right knowledge, Samyak Jnana. This means having an accurate and sufficient knowledge of the real universe and having that knowledge with the right mental attitude. ശരിയായ ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചുള്ള യൂണിവേഴ്സിനെ സംബന്ധിക്കുന്ന ശരിയായ കാഴ്ചപ്പാട് ശരിയായ അറിവ് നേടിയെടുക്കലാണ് സമ്യജ്ഞാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു ദം, ഇഫ് അവർ ക്യാരക്ടർ ഈസ് flawed and our conscience is not clear, knowledge alone will not help us achieve compassion and happiness. നമ്മളുടെ കോൺഷ്യസ്നെസ്സൊക്കെ ക്ലിയർ അല്ല എങ്കിൽ നമുക്ക് കാര്യങ്ങളെ കൃത്യമാക്കി മനസ്സിലാക്കി എടുക്കാനോ അല്ലെങ്കിൽ കേവലമായ ജ്ഞാനം നമ്മളുടെ മോക്ഷത്തെ സഹായിക്കാൻ പ്രാപ്തവുമല്ല എന്നാണ് ഇവർ പറയുന്നത്. റൈറ്റ് കണ്ടക്ട് അഥവാ സമ്യക് ചരിത്ര. This means living according to Jaina ethical rules to avoid doing harm to living things and freeing yourself from attachment and other impure attitudes and thoughts. Jaina believes that a person who has right faith and right knowledge will be motivated and able to achieve right conduct. Many Jains believe that a person without right faith and right knowledge cannot achieve right conduct. ബുദ്ധിസം മറ്റൊരു ഓർത്തഡോക്സ് സിസ്റ്റമാണ്. 3 ഒന്നാണ് ബുദ്ധിസം. ബുദ്ധിസം വാസ് ഫൗണ്ടഡ് ബൈ ഗൗതമ ബുദ്ധനാണ് ബുദ്ധിസം എന്ന ഫിലോസഫി ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. Buddhism has played a central role in the spiritual, cultural and social life of Asia. ആത്മീയവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഏഷ്യയുടെ തന്നെ ഒരു വലിയ സ്വാധീനമുള്ള ഒരു ഫിലോസഫിയാണ് ബുദ്ധിസം. Buddhism is more than a religion. It is a tradition that focuses on personal spiritual development and develops wisdom, compassion and understanding. അണ്ടർസ്റ്റാൻഡിങ്ങും കരുണയും അതുപോലെ തന്നെ വിസ്ഡവും
സ്പിരിച്വൽ ഡെവലപ്മെൻറ്റും ഒക്കെ മുന്നിൽ കാണുന്ന ഒരു സിസ്റ്റമാണ്. അതൊക്കെ ഒരു മതമെന്ന ഒരു സെറ്റ് ഓഫ് ബിലീഫ് എന്നതിനപ്പുറത്തേക്ക് ഈ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള വികാസത്തെ ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് ബുദ്ധിസ്റ്റ് ട്രഡീഷൻ. Buddhism encompasses a variety of traditions, beliefs, and spiritual practices largely based on the Buddha's teachings. Buddhists believe that human life is a cycle of suffering and rebirth, but that if one achieves a state of enlightenment, it is possible to escape this cycle forever. There are two main groups of Buddhism, Mahayana Buddhism and Theravada Buddhism. Mahayana Buddhism emphasizes the role models of bodhisattvas, beings that have achieved enlightenment but return to the teach humans. Theravada Buddhism emphasizes a monastic lifestyle and meditations as the way to enlightenment. ബുദ്ധിസത്തിലെ മറ്റൊരു സങ്കല്പമാണ് ഫോർ നോബിൾ ട്രൂത്ത്. ഫോർ നോബിൾ ട്രൂത്താണ് ബുദ്ധൻ ആദ്യമായിട്ട് ശാസിച്ച് നൽകിയിട്ടുള്ളത്. In Buddhism, the Four Noble Truths are recognized as the first teaching given by the Buddha and are considered one of his most important teachings. They are called Noble Truths because, as the Buddha says, they are real, infallible and do not change. ഇതിലെ ഫോർ നോബിൾ ട്രൂത്ത് എന്നാണ് പറയുന്നത്. ബുദ്ധൻ ആദ്യം നൽകുന്ന ടീച്ചിങ് ആയിരുന്നു. ബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇൻഫാലിബിളാണ്, തെറ്റു പറ്റാത്ത ഒന്നാണ്, ഇൻഫാലിബിളായിട്ടുള്ള ഒന്നല്ല, ഇൻഫാലിബിളാണ്. അതുപോലെ തന്നെ മാറ്റമില്ലാത്ത സത്യവുമാണ്, അതായത് അനശ്വരമായ എറ്റേർണലായിട്ടുള്ള സത്യമാണ് എന്നാണ് ബുദ്ധൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. ദ ഫോർ നോബിൾ ട്രൂത്ത്സ് ആർ ദുഃഖ, ദർ ഈസ് സഫറിങ്, ദുഃഖ സമുദ്ധയ, ദർ ഈസ് എ കോസ് ഓഫ് സഫറിങ്, ദുഃഖ നിരോധ, ദർ ഈസ് എ സെസേഷൻ ഓഫ് സഫറിങ്, ദുഃഖ നിരോധ ഗാമിനി പ്രതിപദ്, ദർ ഈസ് എ വേ ലീഡിങ് ടു ദിസ് സെസേഷൻ ഓഫ് സഫറിങ്. ഇങ്ങനെയാണ് ഫോർ നോബിൾ ട്രൂത്ത് വിശദീകരിച്ചിരിക്കുന്നത്. The first noble truth about suffering. According to Buddha, life is full of misery and pain. Birth is attended with pain. Decay of painful. Desire is also painful. ലൈഫിൽ എല്ലാ പ്രതിഭാസങ്ങളും ദുഃഖവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ദുഃഖവുമായി ഇണപറഞ്ഞ് നിൽക്കുന്ന നിലയിലാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതായത് സർവ്വതിലും ദുഃഖമാണ്, ദുഃഖമെന്നതൊരു യാഥാർത്ഥ്യമാണെന്നാണ് ബുദ്ധൻ പറയുന്നത്. There is a suffering in this world is a fact of common experience. Poverty, disease, old age, death, anger, hatred, quarrels are rampant in this world. That life is full of misery, no one can deny. For Buddha, impermanence is the basic trait of reality, as we experience it with our senses and mind. And wherever there is impermanence, there is bound to be suffering. The first noble truth is that existence is dukkha, out of which arises all sufferings. The second noble truth about the cause of suffering. According to Buddha, everything has a cause. എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്നാണ് ബുദ്ധൻ സമർത്ഥിക്കുന്നത്. ദ എക്സിസ്റ്റൻസ് ഓഫ് എവരി ഈവൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് കോസസ് ആൻഡ് കണ്ടീഷൻസ്. ഇവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ എല്ലാ ഫിനോമിനകൾക്കും, എല്ലാ വസ്തുതകൾക്കും ഒരു കാര്യവും ഒരു കണ്ടീഷനും ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്നോ ഒരു അവസ്ഥയിൽ നിന്നോ ആയിരിക്കും അത് ഉടലെടുത്ത് വന്നിട്ടുള്ളത്. എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് കണ്ടീഷണൽ, റിലേറ്റീവ് ആൻഡ് റിലേറ്റഡ്. Suffering being a fact, it must have a cause, so it must depends on some conditions. This fact is expressed by the formula, this arising that arises, this ceasing to be that ceases to be, or this phenomena is dependent upon that phenomena. The doctrine that everything depends upon other things is known as the doctrine of dependent origination or praditya samutpada. അപ്പം ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത് എന്ന് വിശദീകരിക്കുന്ന ഒരു ബുദ്ധിസ്റ്റ് തിയറിയാണ് ഡിപ്പെൻഡൻറ്റ് ഒറിജിനേഷൻ അഥവാ പൃഥിത്യ സമുത്പാദ. In the light of the doctrine of dependent origination, the second noble truth may be stated thus: suffering has a cause. അതായത് ഈ ഡിപ്പെൻഡൻറ്റ് ഒറിജിനേഷൻ വിശദീകരിച്ചുകൊണ്ട് ബുദ്ധൻ പറയുന്നത് എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന് സമർത്ഥിച്ചുകൊണ്ട് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ദുഃഖത്തിനും ഒരു കാരണമുണ്ട് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്.
The third noble truth about the cessation of suffering. എങ്ങനെ ദുഃഖത്തെ അവസാനിപ്പിക്കാം? Having understood the cause of suffering, the next thing to do is to eliminate it. This brings us to the third noble truth. The third noble truth may be stated thus: since suffering is caused, it can be eliminated by eliminating its causes. What is it then has to become removed in order to pain, misery, sorrow and suffering to cease. It is clear from the 12-fold chain that ignorance is the fundamental condition of suffering. That is why ignorance is to be removed in order to gain freedom from suffering. But how is ignorance to be conquered? According to Buddha, man can conquer the ignorance by clearly comprehending the truth of the nature of existence and acquiring perfect insight and wisdom, leading to non-attachment, tranquility, freedom. In short, by attaining Nirvana. Then, what is the path to Nirvana? The answer to this question is the fourth noble truth. The fourth noble truth about the path to liberation. The path to Nirvana is the eightfold path or Ashtangika Marga, the perfect blending of knowledge and conduct. Followers of this eightfold path will attain Nirvana. The path recommended by Buddha consists of 8 steps or rules and is there are called the eightfold noble path. അപ്പം ഈ ദുഃഖത്തിനൊരു കാരണമുണ്ടായാൽ ആ കാരണം ഇല്ലാതാക്കണം. ആ കാരണം ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് 8-ഫോൾഡ് പാത്ത്, അതായത് 8 സ്റ്റെപ്പുകളുള്ള ഒരു മാർഗമാണ് ബുദ്ധൻ ഉദ്ദേശിക്കുന്നത്. അതാണ് അഷ്ടാംഗ മാർഗം എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് എന്താണ് അഷ്ടാംഗ മാർഗം എന്നൊന്നും കൂടെ ഒന്ന് വിശദീകരിക്കാം. 8-fold path. The 8-fold path contained in the fourth noble truth of Buddha. The 8-fold path consists of the following discipline. The noble 8-fold path enables us to overcome our I feel, greater harmony with the world around us, and eventually eliminate the pain we often experience. In this path, the wheel symbol of Dhamma is presented with 8 rays depicting the following 8 principles: right view, right thought, right speech, right action, right livelihood, right effort, right mindfulness, right concentration എന്നിവയാണ് ഈ 8 സ്റ്റെപ്സ് അഥവാ 8-fold പാത്ത്. അതെല്ലാം ഒന്നും കൂടെ വിശദീകരിച്ച് ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കണം. റൈറ്റ് വ്യൂ. As ignorance with its consequences, namely wrong views about the self and the world, is the root cause of our suffering. So, this is the discipline which enables one to see the true nature of the world of experiences as being sorrowful, impermanent, etc. Right mindedness. This refers to the right motivation, removing all prejudices and evil intentions from one's thoughts. One must cultivate a friendly attitude towards all sentient beings. Right speech. Right speech is kind and truthful speech. That is less speech. Buddhism preached better than 1,000 utterances composed of meaningless words in one sensible word, hearing which one becomes peaceful. Right action. Evil deeds should be avoided. Right deeds do not result in sorrow. One should practice restraint and virtue, and one should commit no wrong. Right livelihood. The means of living that one adopts should be in agreement with the laws of morality. Laws of morality. Right effort. According to Buddha, self-effort is the utmost necessity. Though right efforts, passions should be controlled. Without right effort, one cannot gain enlightenment. Right thought. This literally means good memory, not
merely a faculty of remembering the past, but also being alert in minds, being watchful in its complete self-possession. Right mindfulness. It is through right mindfulness that one can control acts, feelings, and thoughts. Right concentration. This is the practice of meditation resulting in the final wisdom. Sense culture should enable one to become discerning and sharp to that one not be carried away in the storm of sensual pleasure. This should lead one to the development of the power of concentration. പ്രതിത്യ സമുത്പാദം വളരെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിസ്റ്റ് ടീച്ചിങ് ആണ് പ്രതിത്യ സമുത്പാദം അഥവാ ഡിപ്പെൻഡൻറ്റ് ഒറിജിനേഷൻ. പ്രതിത്യ സമുത്പാദ ഡിപ്പെൻഡൻറ്റ് origination or dependent arising is a key doctrine in Buddhism, shared by all schools of Buddhism. It is the foundation of all the teachings of Buddha, describing the cause of suffering and the cause of events that lead a being through rebirth, old age, and death. Praditya means having dependent, and samutpada means arising. It states that all dharmas, phenomena arises in dependence upon other dharmas. If this exists, that exists. If this ceases to exist, that also ceases to exist. The basic principle is that all things arise in dependence upon other things. അപ്പോൾ എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഇവിടെയുള്ള എല്ലാ ഫിനോമിനയും ഉണ്ടായിരിക്കുന്നത് മറ്റൊരു ഫിനോമിനയിൽ നിന്നാണ്, അതായത് മറ്റൊന്നിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. ഇതുണ്ടാകുമ്പോൾ അതുണ്ടാകുന്നു, ഇത് നിൽക്കുമ്പോൾ അത് നിൽക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം എന്നാണ് പ്രതിത്യ സമുത്പാദ വിശദീകരിക്കുന്നത്. Praditya Samutpaya viewed from the point of view of relativity is samsara, while viewed from the point of view of reality it is nirvana. Existence is seen as interrelated flux of phenomenal events, material and physical, without any real, permanent, independent existence of their own. These events happen in a series, one interrelating group of events producing another. We have the 12 links of the causal wheel of dependent origination. They are ignorance, avidya, impression of karmic forces, samskara, initial consciousness of the embryo, vijnana, psychophysical organism, nama rupa, 6 sense organs including mind, sadhyatna, sense object contact, sparsha, sense experience, vedana, thirst for sense enjoyment, trishna, craving to the enjoyment, upadana, will to be born, bhava, birth or rebirth, jadi, old age and death, jara, marana. The first 2 stages are related to the past and explain the present. The next 8 belong to the present, and the last 2 represent the future as determined by the past and what is happening in the present. ക്ഷണികവാദ ബുദ്ധിസത്തിലെ മറ്റൊരു തിയറിയാണ് ക്ഷണികവാദം. അതായത് ഇവിടെ ഉള്ള എല്ലാ പ്രതിഭാസവും മാറ്റങ്ങൾക്ക് വിധേയമാവുകയും വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ആണ് ബുദ്ധൻ ഇതിനെ സമർത്ഥിക്കുന്നത്. According to Buddha, there is nothing permanent in this universe. For him, the body, sensation, and consciousness are impermanent and sorrowful. None of them is substantial. They are appearances empty of substances or reality, impressed by the transitoriness of objects, the ceaseless mutation and transformation of things. Buddha formulated a philosophy of change. He established that life is nothing but a series of manifestations of becoming and extinctions. There is nothing human or divine which is permanent. For example, the flame maintains itself unchanged in appearance. Every moment it is another and not the same flame. The becoming of all is the central fact of Buddhism. Absolute reality is not the property of anything on earth.
For Buddha, existence is impermanent. All things, mental and physical, are transitory. There is neither being nor non-being, but becoming. Everything is becoming, changing, flux. The world of becoming is governed by the law of causality, praditya samutpada. All individuals are സീരീസ് ഓഫ് മൊമെൻ്ററി സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നസ്. എല്ലാ ഇൻഡിവിജ്വൽസും, എല്ലാ വ്യക്തിത്വങ്ങളും എന്ന് പറയുന്നത് മൊമെൻ്ററി ആണ്. അതിങ്ങനെ വന്ന് ഒരു പുഴ ഒഴുകുന്നത് പോലെ വരുന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു തിരുനാളം നിൽക്കുന്നത് പോലെ പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷമാകുന്നു. അതിങ്ങനെ സ്പീഡിൽ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് സ്ഥിരതയുണ്ട് എന്ന് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യനും ഇവിടുത്തെ എല്ലാ ചരാചരങ്ങളും മാറ്റത്തിന് വലിയ നിലയിൽ വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ബുദ്ധൻ ഈ തിയറിയിലൂടെ സമർത്ഥിക്കുന്നത്. If we say that a thing arises depending on its cause, is to admit that it is momentary. For when the cause is removed, the thing will cease to be. That which arises, that which is born, that which is produced must necessarily be subjected to death and destruction. Again, which is subjected to death and destruction is not permanent. Thus, everything lasts only for a moment. ഇനി ബുദ്ധിസ്റ്റ് നിർവാണ എന്ന് പറഞ്ഞാൽ മോക്ഷം, ലിബറേഷൻ, അതായത് ദുഃഖത്തിൽ നിന്നുള്ള മോചനം, അല്ലെ ദുഃഖത്തെ നിവാരണം ചെയ്യുന്നതാണ് നിർവാണ. നിർവാണ ഈസ് ബ്ലൗയിങ് ഔട്ട് ഓർ ക്വഞ്ചിങ് ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ വേൾഡ്ലി മൈൻഡ് ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് സഫറിങ്. Buddhists believe that the human life is one of suffering and that meditation, spiritual and physical labor, and good behavior are the ways to achieve enlightenment or nirvana. Nirvana is the goal of the Buddhist path and marks the release from worldly suffering and rebirth in samsara. Nirvana is part of the third truth on cessation of dukkha, the Four Noble Truths, and the summum bonum of Buddhism and goal of the Eightfold Path. It is used to refer to the extinction of desire, hatred and ignorance, and ultimately of suffering and rebirth. Literally, it means blowing out or becoming extinguished, as when a flame is blown out or a fire burns out. The Buddhist tradition, nirvana is described as the extinguishing of the fire that causes a rebirth and associated sufferings. The Buddhist text identify these three fires or three poisons as raga, greed or sensuality, dvasha, aversion, hate, and avidya or moha, ignorance or delusion. The state of nirvana is also described in Buddhism as cessation of all affections, cessation of all actions, cessation of rebirths and suffering that are consequences of afflictions and actions. Liberation is described as identical to anatta, non-self, lack of any self. In Buddhism, liberation is achieved when all things and beings are understood to be with no self. Nirvana is also described as identical to achieving shunyata, where there is no essence or fundamental nature in anything, and everything is empty. In time, with the development of Buddhist doctrine, other interpretations were given, such as being an unconditioned state, a fire going out for lack of fuel, abandoning weaving together of life after life, and the elimination of desire. Module 3, Vedic systems. ഇതുവരെ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നത് നാസ്തിക സിസ്റ്റംസ് ആണ്, അഥവാ ഹെറ്ററോഡോക്സ് സിസ്റ്റംസ് ആണ്. ഇനി നമ്മൾ വേദിക് സിസ്റ്റംസ് അഥവാ ഓർത്തഡോക്സ് സിസ്റ്റംസ് ആണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അക്സെപ്റ്റൻസ് ഓഫ് ദ അതോറിറ്റി ഓഫ് ദ വേദാസ് ക്യാരക്ടറൈസ് ഓൾ ദ ഓർത്തഡോക്സ്
or Astika systems. There are 6 major schools of Vedic philosophy like Nyaya, Vaisheshika, Sankhya Yoga and Mimamsa and Vedanta. 6 സ്കൂളുകളാണ് ഈ നോൺ വേദിക് സിസ്റ്റംസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഡിവിഷൻ്റെ ഒരു ആധാരം എന്ന് പറയുന്നത്, ഒരു ബേസ് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ഓഫ് ദ അതോറിറ്റി ഓഫ് ദ വേദാസ് ആണ്. വേദങ്ങളുടെ ആധികാരികതയെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും എന്ന നിലയിലാണ് ഈ രണ്ടായി വിഭജിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യം നായ സിസ്റ്റം നമുക്കൊന്ന് പരിശോധിക്കാം. ഗൗതമ ഈസ് നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് ദ നായ സിസ്റ്റം ഓഫ് ഫിലോസഫി. ഹി വാസ് ദ ഫസ്റ്റ് ഫിലോസഫർ ടു സ്ട്രെസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വാലിഡ് മീൻസ് ഓഫ് നോളജ്. And hence the Nyaya system of philosophy is said to have laid the firm foundation to the development of the science of Indian logic. അതായത് ഈ സിസ്റ്റം കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് ലോജിക്കിനാണ്, അല്ലെ മീൻസ് ഓഫ് നോളജ്. എപ്പിസ്റ്റമോളജിക്കും ലോജിക്കിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സ്കൂളാണ് നായ സ്കൂള്. ഇന്ത്യൻ ലോജിക്കൽ സയൻസ് ഓഫ് ഇന്ത്യൻ ലോജിക്കിൻ്റെ ഒരു ബേസ് തന്നെ നായ സിസ്റ്റമാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. പ്രമാണാസ്, അതായത് മീൻസ് ഓഫ് നോളജ്, നമുക്ക് വിജ്ഞാനം കിട്ടുന്ന മാർഗങ്ങളെ സംബന്ധിച്ചാണ് ഇത് വിശദമായിട്ട് പറയുന്നത്. പ്രധാനമായും 4 പ്രമാണാസാണ്, മീൻസ് ഓഫ് നോളജാണ് നായ സിസ്റ്റം മുന്നോട്ട് വെക്കുന്നത്. അത് 1 by 1 ആയിട്ട് നമുക്ക് പരിശോധിക്കാം. പ്രമാണാസ്. In Indian philosophies, pramana are the means which can lead to knowledge and serve as one of the core concepts in Indian epistemology. It is a theory of knowledge and encompasses one or more reliable and valid means by which human beings gain accurate, true knowledge. Nyaya school accepts 4 out of 6 pramanas as reliable means of gaining knowledge. They are pratyaksha or perception, anumana or inference, upamana or comparison, and analogy, and shabda or word or verbal testimony. ഇങ്ങനെ 4 പ്രമാണങ്ങളാണ് ന്യായവൈശേഷിക അക്സെപ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ്, പെർസെപ്ഷൻ. Gautama defines perception as non-erroneous cognition which is produced by the intercourse of the sense organs with the object. സെൻസ് ഓർഗൻസ് മറ്റ് വേൾഡിലെ ഒബ്ജക്റ്റുമായിട്ട് നടത്തുന്ന ആ കണക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ്, അതിൽ നിന്ന് തെറ്റല്ലാതെ നോൺ എറേനിയസ് ആയിട്ടുള്ള നോളജ് നമ്മൾ അക്വയർ ചെയ്യുന്ന രീതിയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സെൻസ് ഓർഗൻസ് കോണ്ടാക്റ്റ് വഴി നമ്മൾ നേടുന്ന അറിവ് ആണ്, അതായത് തെറ്റാത്ത അറിവാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ന്യായവൈശേഷിക മെയിൻറ്റെയിൻസ് 2 stages in the perception. The first is called determinate or nirvikalpaka. The second determinate or savikalpaka. They are not 2 different kinds of perception, but only the earlier and the later stages in the same complex process of perception. Perception is unassociated with name, which means determinate, and it is well defined, which means determinate. Unassociated with the indeterminate, and it is well defined, which means determinate. Perception again may be ordinary അഥവാ ലൗകിക and extraordinary or alaugiga when the sense organs come into contact with the objects presented to them in the usual way. We have laugiga perception, and if the contact of the sense organs with the objects is in an unusual way, that is, if the objects are not ordinarily presented to the senses but are conveyed to them through an extraordinary medium, we have alaugiga perception. അതായത് പെർസെപ്ഷൻ എന്ന് പറയുന്നത് 2 സ്റ്റേജസിലായിട്ടാണ് നടക്കുന്നത്. അതിനെ നമ്മൾ പറയുക നിർവികൽപക പെർസെപ്ഷൻ എന്നും സവികൽപക പെർസെപ്ഷൻ എന്നുമാണ്. നിർവികൽപക പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊന്നും ഡിറ്റർമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. ജസ്റ്റ് നമ്മൾ എന്തോ ഉണ്ട് എന്ന് പെർസീവ് ചെയ്യുന്ന മാത്രയിൽ, അതായത് ഏതൊരു പെർസെപ്ഷൻ്റെ തുടക്കം അവ്യക്തമായിരിക്കും. അപ്പോൾ നമ്മളൊരു വെളിച്ചത്തിൽ നിന്നൊരു ഇരുണ്ട മുറിയിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമ തിയേറ്ററിലേക്ക് കയറുമ്പോൾ അവിടെ നമുക്ക് കാഴ്ചകൾ വ്യക്തമല്ല, എന്നാൽ എന്തോ ഉള്ളതുപോലെ നമുക്ക് തോന്നും. അത്തരത്തിൽ ഡിറ്റർമൈൻ ചെയ്യാത്ത ഇൻഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പെർസെപ്ഷനാണ് സവികൽപകം. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കാണുക, ഇത് മനുഷ്യരാണ് ഇരിക്കുന്നത്, സിനിമ കാണാൻ വന്നവരാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി അവിടെ നമുക്ക് അതിൻ്റെ രൂപവും ഭാവവും എല്ലാം മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തമായ പെർസെപ്ഷനെയാണ് സവികൽപക പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെർസെപ്ഷനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓർഡിനറി അഥവാ ലൗകിക പെർസെപ്ഷൻ എന്നും എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ എന്നും നമ്മൾ 2ആയിട്ട്
ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ പെർസെപ്ഷൻ ആണ് ഓർഡിനറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ചില എക്സ്ട്രാ ഓർഡിനറി രീതിയിൽ, അതായത് വേറെ ഏതെങ്കിലും മറ്റൊരു മീഡിയ ഉപയോഗിച്ച് നമ്മൾ പെർസീവ് ചെയ്യുന്നതിനെയാണ് അലൗകിക പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓർഡിനറി പെർസെപ്ഷൻ ഇസ് ഓഫ് ടു കൈൻഡ്സ്. ഓർഡിനറി പെർസെപ്ഷൻ തന്നെ രണ്ട് തരമുണ്ട്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ആന്തരികവും ബാഹ്യവും എന്നും രണ്ട് നിലയിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ഇൻറ്റേർണൽ പെർസെപ്ഷൻ ദ മൈൻഡ് വിച്ച് ഈസ് ദ ഇൻറ്റേർണൽ ഓർഗൻ കംസ് ഇൻ ടു കോൺടാക്ട് വിത്ത് ദ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ആൻഡ് പ്രോസസ് ലൈക്ക് കൊഗ്നീഷൻ, അഫെക്ഷൻ, കൊണേഷൻ, ഡെസയർ, പെയിൻ, പ്ലഷർ, അവേർഷൻ, എക്സെട്ര. External perception takes place when the 5 external organs of sense came into contact with the external objects. 5 സെൻസ് ഓർഗൻസ് ഒബ്ജക്റ്റുമായി കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് എക്സ്റ്റേണൽ പെർസെപ്ഷൻ സാധ്യമാവുന്നത്. ഇറ്റ് ഈസ് ഓഫ് 5 കൈൻഡ്സ്: വിഷ്വൽ, ഓഡിറ്ററി, ടാക്ച്വൽ, ഓൾഫാക്ടറി, brought about by the sense organs sight, touch, sound, touch, taste and smell respectively when they come into contact with the external objects. Extraordinary perception is of 3 kinds: സാമാന്യ ലക്ഷണ, ജ്ഞാന ലക്ഷണ ആൻഡ് യോഗജ. അതായത് പെർസെപ്ഷൻ 3 തരമാണുള്ളത്. എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ. സാമാന്യ ലക്ഷണ പെർസെപ്ഷൻ ഇസ് ദ പെർസെപ്ഷൻ ഓഫ് ദ യൂണിവേഴ്സൽസ് ആൻഡ് ഇൻഡിവിജ്വൽ. അതായത് സാമാന്യ ലക്ഷണ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ ഓഫ് ദ യൂണിവേഴ്സ്. നമ്മൾ ഇൻഡിവിജ്വലായിട്ടാണ് മനുഷ്യരെ കാണുന്നത്. എന്നാൽ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെയും വ്യത്യസ്തരാണെങ്കിൽ കൂടി അത് മനുഷ്യരെന്ന നമ്മൾ മനസ്സിലാക്കാൻ കാര്യം, മനുഷ്യത്വം എന്ന ഒരു ഐഡിയ യൂണിവേഴ്സലായി ആ ഓരോ ഇൻഡിവിജ്വൽ മനുഷ്യരിലും ഇൻഹറൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ മനുഷ്യരെയും മറ്റ് ക്ലാസ്സിലുള്ള പശുക്കളെയും ഒക്കെ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള നമ്മുടെ പെർസെപ്ഷനാണ് സാമാന്യ ലക്ഷണ പെർസെപ്ഷൻ. ആൻ ഇൻഡിവിജ്വൽ ബിലോങ് ടു എ പർട്ടിക്കുലർ ക്ലാസ് because the universal of that class inheres in it. Thus a cow become a cow because it has the universal cowness inheriting in it. ജ്ഞാന ലക്ഷണ പെർസെപ്ഷൻ ഈസ് ദ കോംപ്ലിക്കേറ്റഡ് പെർസെപ്ഷൻ ത്രൂ അസോസിയേഷൻ. അതായത് നമ്മളൊരു വസ്തുവുമായി അസോസിയേറ്റ് ചെയ്ത് പെർസീവ് ചെയ്യുന്നതിനെയാണ് ഈ ജ്ഞാനലക്ഷണ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, മുന്നിൽ നമ്മളിപ്പോൾ ഒരു റോസാ പുഷ്പം കാണുമ്പോൾ, എത്ര ദൂരത്ത് നിന്ന് കാണുമ്പോൾ നമുക്ക് അതിന് വളരെ മണമുള്ളത്, അതായത് നല്ല മണമുള്ള പുഷ്പം എന്ന് നമ്മൾ പറയും. പക്ഷെ മണം നമ്മൾ ഡയറക്റ്റ് പെർസീവ് ചെയ്യുന്നില്ല. എന്നാൽ മുന്നേ പെർസീവ് ചെയ്ത ആ അറിവിൽ നിന്നാണ് നമ്മൾ പറയുന്നത് അത് ആ റോസാപ്പൂവിന് മണമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള മനസ്സിലാക്കലിനെയാണ് ജ്ഞാനലക്ഷണ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഹിയർ ആൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി പ്രസൻറ്റഡ് ടു ദ സെൻസ് ഓർഗൻസ് ബട്ട് ഇറ്റ് ഈസ് റിവൈവ്ഡ് ഇൻ മെമ്മറി ത്രൂ ദ പാസ്റ്റ് കൊഗ്നിഷൻ ഓഫ് ഇറ്റ് ആൻഡ് ഈസ് പെർസീവ്ഡ് ത്രൂ representation. For example, I look at a blooming rose from a distance and say I see a fragrant rose. Here, the visual perception of the rose revives in memory the idea of fragrance by association which was perceived in the past through the nose. Yogaja perception is the intuitive and immediate perception of all objects, past, present and future, possessed by the yogin through the power of meditation. മെഡിറ്റേഷൻ്റെ ശക്തി കൊണ്ട് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരു തരം വിജ്ഞാനത്തെയാണ് യോഗജ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അത് വലിയ ധ്യാനശക്തിയുള്ള യോഗികൾക്ക് മാത്രമാണ് കണ്ടുവരുന്നത്. ഇൻഫറൻസ്. അനുമാന മീൻസ് ഇൻഫറൻസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കോഗ്നിഷൻ വിച്ച് പ്രീസപ്പോസസ് സം അതർ കോഗ്നിഷൻ. ഇറ്റ് ഈസ് നോളജ് വിച്ച് അറൈസസ് ആഫ്റ്റർ അതർ നോളജ്. അതായത് അനുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ മറ്റൊന്നിനെ അനുമാനിച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം, ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും നാളെയും സൂര്യൻ ഉദിക്കും എന്നുള്ളൊരു അറിവ് നമുക്കുണ്ട്. അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും മരിക്കും എന്നുള്ള അറിവ് നമുക്കുണ്ട്. അപ്പോൾ എ ഒരു മനുഷ്യനാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എയും മരിക്കും എന്നുള്ള അറിവിലേക്ക് നമുക്ക് മാറാൻ കഴിയും. ഇങ്ങനെ ഈ രൂപത്തിലുള്ള അറിവ് ശേഖരണത്തെ സമ്പാദനത്തെയാണ് ഇൻഫറൻസ് അഥവാ അനുമാനം എന്ന് പറയുന്നത്. ഇൻവേരിയബിൾ കൺകോമിറ്റൻസ് ഈസ് ദ നെർവ് ഓഫ് ഇൻഫറൻസ്. The presence of the middle term in the minor term is called Pakshadharmada. The invariable association of the middle term with the major term is called Vyapti. The knowledge of the Pakshadharmada as qualified by Vyapti is called Paramarsha, and inference is defined as knowledge arising through Paramarsha. We know
that smoke is invariably associated with fire, and if we see smoke in a hill, we conclude that there must be fire in that hill. Hill in the minor term, fire in the major term, smoke is the middle term. ഇവിടെ ഇൻഫറൻസിൻ്റെ നെർവ് എന്ന് പറയുന്നത് തന്നെ വ്യാപ്തി അഥവാ കൺകൊമിറ്റൻസ് റിലേഷനാണ്. അതായത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാത്ത ബന്ധങ്ങളുള്ള കാര്യങ്ങളിൽ മേലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മേൽ മാത്രമേ നമുക്ക് ഇൻഫറൻസ് സാധ്യമാകൂ. ഇപ്പോൾ നമുക്കറിയാം തീയും പുകയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. തീ ഉള്ളിടത്ത് പുകയുണ്ടാവും, പുകയുള്ളിടത്ത് തീ ഉണ്ടാവും. അപ്പം അങ്ങനെ ആ ബന്ധമുള്ള വ്യാപ്തി റിലേഷനുള്ള ഏതൊരു വസ്തുവിലും നമുക്ക് ഈസി ആയിട്ട് അനുമാനിക്കാൻ കഴിയും. ഒരു മലയുടെ മുകളിൽ നമ്മൾ കുറച്ച് തീ കാണുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മലയുടെ മുകളിൽ കുറച്ച് പുക കാണുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും, അനുമാനിക്കാൻ കഴിയും അവിടെ തീ ഉണ്ട് എന്നുള്ളത്. കാരണം തീയും പുകയും തമ്മിലുള്ള ആ കൺകൊമിറ്റൻസ് റിലേഷൻ അഥവാ വ്യാപ്തി നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈസിയായി നമുക്ക് തീ ഉണ്ട് എന്നുള്ള അറിവിലേക്ക് അനുമാനം ചെയ്യാൻ കഴിയും. ഇതാണ് ഇൻഫറൻസ് വിശദീകരിക്കുന്നത്. ഇൻഫറൻസ് അല്ല ഇൻഫറൻഷ്യൽ നോളജ് എന്ന് പറയുന്നത്. ഇൻഫറൻസ് ഇസ് ജനറലി റിഗാർഡഡ് ആസ് ഓഫ് ടു കൈൻഡ്സ്, സ്വാർത്ഥ ആൻഡ് പരാർത്ഥ. സ്വാർത്ഥ ആൻഡ് പരാർത്ഥ എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഇൻഫറൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ദർ ആർ 5 മെമ്പേഴ്സ് ഇൻ ദ ന്യായസിലജിസം. ദേ ആർ പ്രതിജ്ഞ ഓർ പ്രപ്പോസിഷൻ, ഹേതു ഓർ റീസൺ, ഉദാഹരണ or example, upanaya or application, and nigamana or conclusion. These 5 propositions of Indian syllogism are called members of avayavas. അതായത് സാധാരണ അരിസ്റ്റോട്ടീലിയൻ സിലജിസത്തിൽ 3 മെമ്പർമാരാണുള്ളത്, 3 പ്രിമിസസ് ആണുള്ളത്. അതായത് 2 പ്രിമിസസും അതിൽ നിന്നൊരു കൺക്ലൂഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മാൻ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു കൺക്ലൂഷനിലെത്തും, സോക്രട്ടീസ് ഈസ് മോർട്ടൽ, ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മാൻ, ദെയർഫോർ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ഇതുപോലെ 3 അംഗങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ എന്നാൽ ഇന്ത്യൻ ന്യായ സിലജിസത്തിൽ 5 അംഗങ്ങളാണ് ഉള്ളത്. 5 മെമ്പർമാർ, അല്ല 5 പ്രപ്പോസിഷൻസ്. 4 പ്രപ്പോസിഷൻസിൽ നിന്ന് 5ാമത് കൺക്ലൂഷനിലേക്ക് എത്തുന്ന കൺക്ലൂഷനും കൂടെ ഉൾപ്പെടുത്തി 5 പ്രപ്പോസിഷൻസ് ആണ് ഉള്ളത്. ഗൗതമ സ്പീക്സ് ഓഫ് 3 കൈൻഡ്സ് ഓഫ് ഇൻഫറൻസ്, പൂർവാവത്, ശേഷാവത് ആൻഡ് സാമാന്യതോ ദൃഷ്ട. ഗൗതമൻ 3 തരത്തിലുള്ള ഇൻഫറൻസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇൻഫറൻസ്, പൂർവാവത്ത്, ശേഷാവത്ത് ആൻഡ് സാമാന്യതോ ദൃഷ്ട. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വെൻ വി ഇൻഫർ ദ അൺപെർസീവ്ഡ് എഫക്റ്റ് ഫ്രം എ പെർസീവ്ഡ് കോസ് വി ഹാവ് പൂർവാവത്ത് ഇൻഫറൻസ്. അതായത് നമ്മൾ എഫക്റ്റ് കാണുന്നില്ല, എന്നാൽ കോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം, നല്ല കാർമേഘം ഉണ്ടെങ്കിൽ മഴയുണ്ടാകും. മഴയുടെ കാരണം കാർമേഘങ്ങളാണ്. അപ്പോൾ കാർമേഘങ്ങൾ കാണുമ്പോൾ മഴയുണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നതാണ് പൂർവാവത്ത് ഇൻഫറൻസ് എന്ന് പറയുന്നത്. വെൻ വി ഇൻഫർ ഫ്യൂച്ചർ റെയിൻ ഫ്രം ഡാർക്ക് ക്ലൗഡ്സ് ഇൻ ദ സ്കൈ, ഇതാണ് അതിൻ്റെ ഒരു ഉദാഹരണം. വെൻ വി ഇൻഫർ ദ അൺപെർസീവ്ഡ് കോസ് ഫ്രം പെർസീവ്ഡ് എഫക്റ്റ് വി ഹാവ് ശേഷാവത് ഇൻഫറൻസ്. അതായത് നമ്മൾ ഈ മേഘവും മഴയും തമ്മിലുള്ള ആ ബന്ധം മാറ്റി വെച്ച്, ഇപ്പം നമ്മൾ മേഘമാണ് അതിൻ്റെ കാരണം, മേഘക്കം കണ്ടു കഴിഞ്ഞാൽ മഴ പെയ്യുമെന്നറിയാം. അതുപോലെ തന്നെ നമ്മൾ മേഘത്തെ കാണാതെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഊഹിക്കാൻ കഴിയും ഇന്നലെ മേഘമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ നദിയിലെ ജലം കലങ്ങി വരുന്നത് കാണുമ്പോൾ നമുക്ക് ഊഹിക്കാം ഇന്നലെ മഴ പെയ്തിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഇതുപോലെ ആ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ കോസ് നമ്മൾ കാണുകയാണെങ്കിൽ ഇഫക്റ്റ് നമുക്ക് അനുമാനിക്കാൻ കഴിയും. നമ്മൾ ഇഫക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കോസും അനുമാനിക്കാൻ നമുക്ക് കഴിയും. When inference is based on not causation but on uniformity of existence, it is called സാമാന്യതോ ദൃഷ്ട. ഇത് കാര്യകാരണ ബന്ധത്തിൽ അധിഷ്ഠിതമായാൽ എന്നാൽ സിമിലാരിറ്റി. ഇപ്പോൾ ഉദാഹരണം, അതുണ്ടെങ്കിൽ ഇതുണ്ടാവും എന്ന് പറയുന്നത് പോലെ രണ്ടും ഒരുമിച്ച് സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നും നമുക്ക് അനുമാനം സാധ്യമാകും. Comparison can be defined as the knowledge of the relation between a word and its denotation. It is produced by the knowledge of resemblance or similarity. For example, a man who has never seen a gavaya or wild cow and does not know what it is told by a person that a wild cow is an animal like a cow, subsequently comes across a wild cow in a forest and recognizes it as the wild cow. Then his knowledge is due to upamana.
Verbal testimony. Verbal testimony can be defined as the statement of a trustworthy person and consists in understanding its meaning. അതായത് വളരെ വിശ്വസ്തനുള്ള ഒരു മനുഷ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ല അയാളുടെ സ്പീച്ച് നമുക്ക് ഒരു വിജ്ഞാനമായി സ്വീകരിക്കാവുന്നതാണെന്നാണ് ന്യായ ഫിലോസഫി പറയുന്നത്. ടെസ്റ്റിമണി ഈസ് ഓഫ് 2 kinds, വൈദിക ആൻഡ് സെക്കുലർ. 2 തരത്തിലുള്ള ടെസ്റ്റിമണീസ് ആണുള്ളത്, വൈദിക ആൻഡ് സെക്കുലർ. ഇത് വൈദിക ടെസ്റ്റിമണി ഈസ് പെർഫെക്റ്റ് ആൻഡ് ഇൻഫാലിബിൾ ബിക്കോസ് ഇത് വേദാസ് ആർ സ്പോക്കൺ ബൈ ഗോഡ്. അപ്പോൾ വേദങ്ങളിലുള്ളത് ഇൻഫാലിബിളാണ്, തെറ്റുപറ്റാത്തതാണ്. കാരണം വേദങ്ങൾ എഴുതിയിരിക്കുന്നത് ദൈവങ്ങളാണ്, മനുഷ്യരാലല്ല. ഇനി സെക്കുലർ ടെസ്റ്റിമണി എന്ന് പറയുന്നത് മനുഷ്യരാണ്, മനുഷ്യർ നൽകുന്ന അറിവുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇൻഫാലിബിൾ അല്ല, ഫാലിബിളാണ്. കാരണം അത് തെറ്റുപറ്റാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഓൺലി ദ വേർഡ്സ് ഓഫ് ട്രസ്റ്റ്വർത്തി പേഴ്സൺസ് ഹു ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത് ആർ വാലിഡ്, അതേഴ്സ് ആർ നോട്ട്. സത്യം മാത്രം പറയുന്ന മനുഷ്യരുടെ അവരുടെ വേർഡ്സ് മാത്രമാണ് നമുക്ക് നോളജായി പരിഗണിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തത് ട്രസ്റ്റ്വർത്തി അല്ലാത്ത ആളുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊരു നോളജായി പരിഗണിക്കാൻ കഴിയില്ല. വൈശേഷിക സ്കൂള്. ഇത് വൈശേഷിക സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫിലോസഫി വാസ് ഫൗണ്ടഡ് ബൈ കണാദ. കണാദനാണ് ഈ സ്കൂള് സ്ഥാപിച്ചിട്ടുള്ളത്. വൈശേഷിക സിസ്റ്റം ഫോളോവഡ് ദ ന്യായ സിസ്റ്റം വെരി ക്ലോസ്ലി ആൻഡ് ഹെൻസ് എക്സ്പെർട്സ് ഇൻ ദ സ്റ്റഡി ഓഫ് ഫിലോസഫി ആൻഡ് കമ്പൈൻ ദ 2 schools ന്യായ വൈശേഷിക. അതായത് വൈശേഷിക എന്ന് പറയുന്നത് ന്യായ സ്കൂളിൻ്റെ ഈ എപ്പിസ്റ്റമോളജിയും ലോജിക്കിനെയും പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ന്യായ വൈശേഷികയുടെ മെറ്റാഫിസിക്സിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ടിനെ ഒരു സ്കൂളായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ന്യായ വൈശേഷിക എന്ന് പറഞ്ഞ ഒരു സ്കൂളായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. കാറ്റഗറീസ്, ഇവരുടെ പ്രധാനപ്പെട്ട ഒരു മെറ്റാഫിസിക്കൽ കൺസെപ്റ്റാണ് കാറ്റഗറീസ്. പദാർത്ഥാസ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. എ കാറ്റഗറി ഈസ് കോൾഡ് പദാർത്ഥ ആൻഡ് ദ എൻറ്റയർ യൂണിവേഴ്സ് ഈസ് റെഡ്യൂസ്ഡ് ടു 6 or 7 പദാർത്ഥാസ്. Padarthas literally means the meaning of a word or the object signified by a word. All objects of knowledge or all reals come under Padartha. The Vaisheshika system recognizes 7 Padarthas or categories, which are substance, quality, action, generality, particularity, relation of inherence, and non-existence. നമ്മളിവിടെ പറഞ്ഞു പദാർത്ഥാസ് 7 type ഓഫ് പദാർത്ഥാസ് ആണുള്ളത്. ഒന്നും കൂടെ വായിക്കാം. സബ്സ്റ്റൻസ് അഥവാ ദ്രവ്യ, ക്വാളിറ്റി അഥവാ ഗുണ, ആക്ഷൻ അഥവാ കർമ്മ, ജനറാലിറ്റി അഥവാ സാമാന്യ, പർട്ടിക്കുലാരിറ്റി അഥവാ വിശേഷ, ഇൻഹറൻസ് അഥവാ സമവായ, ആൻഡ് നോൺ ബീങ് ഓർ അഭാവ. സബ്സ്റ്റൻസ് ഓർ ദ്രവ്യ. Substance or dravya is defined as the substratum where actions and qualities inhere and which is the co-existent material cause of the composite things produced from it. Without substance, we cannot have qualities and actions, for they cannot hang loose in the air, but must be contained somewhere. The 9 substances are earth, water, fire, air, ether, time, space, mind ഓർ ദ ഇൻറ്റേർണൽ ഓർഗൻ. അപ്പം ഈ സബ്സ്റ്റൻസ് തന്നെ, സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ഷനും ക്വാളിറ്റിക്കും ഒക്കെ നിലനിൽക്കാൻ ഒരു സ്ഥലം വേണം. ആ സ്ഥലം എന്നത് സബ്സ്ട്രാക്റ്റം ഓഫ് ദ ആക്ഷൻസ് ആൻഡ് ക്വാളിറ്റിയാണ്. അതായത് സുഗന്ധം നിൽക്കണമെങ്കിൽ പുഷ്പം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടെങ്കിലേ പറ്റുള്ളല്ലോ. അതുപോലെ ഈ ആക്ഷനും ക്വാളിറ്റിയും നിലനിൽക്കുന്ന അതാണ് സബ്സ്റ്റൻസ്. അതെന്താണോ അതാണ് സബ്സ്റ്റൻസ്. 9 തരം സബ്സ്റ്റൻസിനെ കുറിച്ചാണ് ഇവിടെ വൈശേഷിക പറയുന്നത്. അതിൽ നമുക്ക് ഇനി രണ്ടാമത്തെ പദാർത്ഥാസ് എന്ന് പറയുന്നത് ഗുണയാണ്. ഗുണ അഥവാ ക്വാളിറ്റി. അൺലൈക്ക് സബ്സ്റ്റൻസ്, ഇറ്റ് കനോട്ട് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ബൈ ഇറ്റ് സെൽഫ് ആൻഡ് പൊസസസ് നോ ക്വാളിറ്റി ഓർ ആക്ഷൻ. ഇറ്റ് ഇൻഹേഴ്സ് ഇൻ ദ സബ്സ്റ്റൻസ് ആൻഡ് ഡിപ്പെൻഡ്സ് ഫോർ ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഓൺ ദ സബ്സ്റ്റൻസ്. അതായത് ഇത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും ഇതിൻ്റെ നിലനിൽപ്പ് ഈ സബ്സ്റ്റൻസുമായി ബന്ധപ്പെട്ട്, സബ്സ്റ്റൻസ് ഇല്ലെങ്കിൽ ഇതിന് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയില്ല. കർമ്മ, ലൈക്ക് ക്വാളിറ്റി, ഇറ്റ് ബിലോങ്സ് ടു ആൻഡ് ഇൻഹേഴ്സ് ഇൻ എ സബ്സ്റ്റൻസ് ആൻഡ് കനോട്ട് എക്സിസ്റ്റ് സെപ്പറേറ്റ്ലി ഫ്രം ഇറ്റ്. അതായത് സബ്സ്റ്റൻസിൽ നിന്ന് വ്യതിരിക്തമായൊരു നിലനിൽപ്പ് ഇതിനില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതുള്ളത്. ആക്ഷൻ ഇസ് സെറ്റ് ടു ബി 5 kinds. 5 തരത്തിലുള്ള കർമ്മ അഥവാ പ്രവൃത്തിയാണ്. അപ്വേർഡ് മൂവ്മെൻറ്റ്, ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ ആൻഡ് ലോക്കമേഷൻ എന്നിങ്ങനെയാണ് 5 തരത്തിലുള്ള കർമ്മ ആക്ഷനെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സാമാന്യ, ഇറ്റ് ഈസ് എ ക്ലാസ് കൺസെപ്റ്റ്. അതായത് കൗണ്ടസ് എന്നൊക്കെ പറയുന്ന
പോലുള്ള അപ്പം പശുക്കളെ മറ്റു മൃഗങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായി കാണുകയും കാണുന്നതിൻ്റെ കാരണം കൗനസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥാസ് അത് ഓരോ പശുക്കളിൽ ഇൻഹറൻ്റ് ആയതുകൊണ്ടാണ് നമുക്കങ്ങനെ വ്യത്യസ്തമായി കാണാൻ കഴിയുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. സാമാന്യ, ഇറ്റ് ഈസ് ക്ലാസ് കൺസെപ്റ്റ്, ക്ലാസ് എസൻസ് ഓർ യൂണിവേഴ്സൽ. ഇറ്റ് ഈസ് ദ common character of the things which fall under the same class. It is the universally by possession of which a different individual are referred to as belonging to one class. It is called eternal, one and residing in many. Vishesha, it enables us to perceive things as different from one another. Every individual is a particular, single and unique thing different from all others. It has got a uniqueness of its own, which institutes its particularity. In Samavaya, inseparable eternal relation is called inherence. It is different from conjunction or samyoga, which is a separable and transient relation and is a quality. Kanada calls it the relation between cause and effect, the part and the whole, the quality and the substance, the action and the substance. Abhava, Kanada does not mention it as a separate category. കാണാതൻ ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് അഭാവയെ കാണുന്നില്ല. പിന്നീട് ഇത് അഭാവ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ആഡഡ് ആഫ്റ്റർ വേർഡ്സ്. അഭാവ മീൻസ് നോൺ എക്സിസ്റ്റൻസ്. നോൺ എക്സിസ്റ്റൻസ് ഈസ് ഓഫ് 4 kinds. 4 തരത്തിലുള്ള നോൺ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആൻറ്റിസിഡൻറ്റ് നോൺ എക്സിസ്റ്റൻസ്, സബ്സിക്വൻറ്റ് നോൺ എക്സിസ്റ്റൻറ്റ്, മ്യൂച്വൽ നോൺ എക്സിസ്റ്റൻസ്, absolute non-existence. The first is the non-existence of a thing before its production. The second is the non-existence of a thing after its destruction. The third is the non-existence of a thing as another thing which is different from it. The fourth is a pseudo idea. Abhavarga, liberation means abhavarga moksha, liberation means the absolute cessation of all pain and suffering brought about by the right knowledge of reality. തത്വജ്ഞാനം, ശരിയായ അറിവ് ആർജിക്കുന്നതിലൂടെ എല്ലാ മാനസികവും ശാരീരികമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരുത്തുന്നതിനാണ് അപവർഗ അഥവാ മോക്ഷം, ലിബറേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലിബറേഷൻ ഈസ് ഓൺലി റിലീസ് ഫ്രം പെയിൻ. വേദനയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് ലിബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ വൈശേഷിക റിഗാർഡ്സ് ബോണ്ടേജ് ആസ് ഡ്യൂ ടു ഇഗ്നോറൻസ് ആൻഡ് ലിബറേഷൻ ആസ് ഡ്യൂ ടു നോളജ്. ദ സോൾ ഡ്യൂ ടു ഇഗ്നോറൻസ് പെർഫോംസ് ആക്ഷൻസ്. ആക്ഷൻ ലീഡ് ടു മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ്. ദേ ആർ ഡ്യൂ ടു അറ്റാച്ച്മെൻറ്റ് ഓർ അവേർഷൻ ആൻഡ് എയിം അറ്റ് ഒബ്റ്റെയിനിങ് പ്ലഷർ ഓർ അവോയ്ഡിങ് പെയിൻ. ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ സോൾസ് മേക്ക് അപ്പ് ദ അൺസീൻ മോറൽ പവർ. Moral power is the adrishta. According to the law of karma, one has to reap the fruits of actions one has performed, whether they are good or bad. According to the karmas one performed, liberation is cessation of all life, all consciousness, all bliss, together with all pain and all qualities. It is qualityless, indeterminate, pure nature of the individual soul as pure substance, devoid of all qualities. Samkhya. Sankhya also, Sankhya is what സംഖ്യ സ്കൂളും എന്നും അറിയപ്പെടുന്നുണ്ട്. വൺ ഓഫ് ദ ഓർത്തഡോക്സ് ഓർ ആസ്തിക സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി ദാറ്റ് റെക്കഗ്നൈസസ് ദ അതോറിറ്റി ഓഫ് ദ വേദിക് സ്ക്രിപ്റ്റേഴ്സ്. നമ്മൾ ഓർത്തഡോക്സിൽ പെടുന്ന മറ്റൊരു സ്കൂളാണ് സാങ്ക്യ സ്കൂള്. സേജ് കപില ഫൗണ്ടഡ് ദ സാങ്ക്യ സിസ്റ്റം ഓഫ് ഫിലോസഫി. സാങ്ക്യ അഡോപ്റ്റ്സ് എ കൺസിസ്റ്റൻറ്റ് ഡ്യുവലിസം ഓഫ് മാറ്റർ ആൻഡ് ദ എറ്റേർണൽ സ്പിരിറ്റ്, പുരുഷ. അപ്പോൾ കപിലനാണ് ഈ ഫിലോസഫിയുടെ ഫൗണ്ടർ. ഇത് പ്രധാനമായിട്ടും ഡ്യുവലിസമാണ് മുന്നോട്ട് വെക്കുന്നത്. അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് മാറ്ററും ആൻഡ് സ്പിരിറ്റും, ഈ രണ്ടെണ്ണമാണ്. അല്ലെ പ്രകൃതി, പുരുഷ എന്നീ രണ്ട് ഇൻഡിപെൻഡൻറ്റ് കോ എക്സിസ്റ്റൻസ് ആയിട്ടുള്ള എറ്റേണൽ ആയിട്ടുള്ള രണ്ട് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഇവർ അവരുടെ ഫിലോസഫി വിശദീകരിക്കുന്നത്. The two are originally separate, but in the course of evolution, Purusha mistakenly identifies itself with aspects of Prakriti.
Right knowledge consists of the ability of Purusha to distinguish itself from Prakriti. പ്രകൃതി എന്താണ് പ്രകൃതി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാംഖ്യ പോസ്റ്റുലേറ്റ്സ് ദാറ്റ് ദ യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് ടു എറ്റേർണൽ റിയാലിറ്റീസ്, പുരുഷ ഓർ സോൾ ആൻഡ് പ്രകൃതി മാറ്റർ ഓർ നേച്ചർ. അതായത് സാംഖ്യ ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിനെ വിശദീകരിക്കുന്നത് രണ്ട് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ്, രണ്ട് റിയാലിറ്റീസാണ്. അത് പുരുഷ ആൻഡ് പ്രകൃതി, സോൾ ആൻഡ് മാറ്റർ ഓർ നേച്ചർ. ദ പുരുഷാസ് ആർ many and conscious but are devoid of all qualities. They are the silent spectators of Prakriti. പുരുഷ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്, കോൺഷ്യസ് ആണ്, പക്ഷേ ഒരു ക്വാളിറ്റിയും നമുക്ക് അവിടേക്ക് അട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. ക്വാളിറ്റിലെസ് ആയിട്ടുള്ളൊരു കോൺഷ്യസ് ആണ് പുരുഷ എന്ന നിലയിലാണ് ഇവർ വിശദീകരിക്കുന്നത്. പ്രകൃതി ഈസ് കമ്പോസ്ഡ് ഓഫ് 3 ഗുണാസ്. എന്നാൽ പ്രകൃതിക്ക് 3 എലമെൻറ്റ്സ് ഉണ്ട്. ആ 3 കോമ്പണൻസ് വെച്ചാണ് പ്രകൃതി ഉണ്ടായിരിക്കുന്നത്. ഏതൊക്കെയാണ്? തത്വ, രജസ്, സത്വ, രജസ് ആൻഡ് തമസ്. As a result of the intertwined relationship of Purusha and Prakriti, when the equilibrium of the guna is disturbed, the world order must evolve. അപ്പോൾ ഈ ഈ 3 കോമ്പണൻസിൻ്റെ ഈ 3 കോമ്പോണൻസ് ഒരേ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ അവിടെ ഇവോൾവ്മെൻറ്റ് സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ സൃഷ്ടി സംഭവിക്കുന്നില്ല. ഇത് ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. ഇനി പുരുഷ എന്താണ്? പുരുഷ ദ അതർ ഓഫ് ദ 2 co-present co-eternal reality of the Sankhya is the Purusha, the principle of consciousness. Purusha is the soul, the self and the spirit. The subject, the knower, it is neither body nor senses nor brain nor mind nor ego nor intellect. It is not a substance which possesses the quality of consciousness. Consciousness is its essence. It is itself pure and transcendental consciousness. It is the ultimate knower, which is the foundation of all knowledge. It is pure consciousness. It enjoys and witnesses Prakriti's activities but does not cause them. It is characterized as the conscious subject. It is uncaused, eternal, all-pervasive, partless, self-sustaining, independent. It is devoid of the gunas and therefore inactive and sterile. It can be known from inference only. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻഫറൻസ് വഴി മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. കാരണം നമുക്ക് ഡയറക്റ്റ് നോളജിലൂടെ പെർസീവ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല പുരുഷ. അപ്പോൾ ഇത് ഡിവൈഡ് ഓഫ് ക്വാളിറ്റീസ് ആണ്. ഇത് ഒരു ആക്ഷന് കാരണമാകാൻ അതിന് കഴിയില്ല. അങ്ങനെ പല നിലയിലാണ് അവരിതിനെ വിശദീകരിക്കുന്നത്. As Purusha is essentially private for every sentient being their true self, there are many irreducibly distinct Purushas. യോഗ, 8 limbs of yoga, അതായത് മറ്റൊരു സ്കൂളാണ് യോഗ. അത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് പതഞ്ജലിയാണ്. അപ്പം അതിന് പ്രധാനമായിട്ട് അഷ്ടാംഗ യോഗ എന്ന് പറയുന്നൊരു ലിബറേഷൻ, മോക്ഷം ലഭിക്കുന്നതിന് അഷ്ടാംഗ മാർഗം എന്ന് പറയുന്നൊരു 8 സ്റ്റേജിലുള്ള അല്ലെ 8 സ്റ്റെപ്സുള്ളൊരു മാർഗമാണ് യോഗ മുന്നോട്ട് വെക്കുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം. ദ യോഗ സിസ്റ്റം ഓഫ് ഫിലോസഫി വാസ് ഫൗണ്ടഡ് ബൈ പതഞ്ജലി. ഹി ഓതേഡ് ദ യോഗ സൂത്രാസ് ഓർ ദ അബ്ഹോറിസം ഓഫ് യോഗ. Yoga aims at the final state of spiritual absorption through 8 component parts together called Ashtanga Yoga. According to Patanjali, the 8 limbs of yoga are Yama, Niyama, Asana, Pranayama, Pratyahara, Dharana, Dhyana, Samadhi. ഇങ്ങനെ 8 എണ്ണമാണ് യോഗ മുന്നോട്ട് വെക്കുന്നതിന് അഷ്ടാംഗ യോഗ എന്നാണ് പറയുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് യോഗ സൂത്ര. ഓരോന്നിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ യമ, നിയമ, ആസന, പ്രാണായാമ ഓരോന്നും വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അടുത്തത് പൂർവമീമാംസ സ്കൂളാണ്. പൂർവമീമാംസ റിച്വലിസം. അതിൽ പ്രധാനമായിട്ട് പൂർവമീമാംസ എന്ന് പറയുന്നത് വേദങ്ങളുടെ ബ്രാഹ്മണ പോർഷൻ, മന്ത്രാസ് ആൻഡ് ബ്രാഹ്മണാസ് വരുന്ന ബ്രാഹ്മണ പോർഷൻ. അതായത് ഇതിൻ്റെ പ്രധാനമായിട്ടും റിച്വൽസ് എന്തിനാണ്, അതിൻ്റെ എഫക്റ്റ് എന്താണ്, അതിൻ്റെ റൂൾസ് എന്താണ്, ഇതിനൊക്കെ സംബന്ധിക്കുന്ന
ഒരു താത്വിക ഫിലോസഫിക്കൽ ജസ്റ്റിഫിക്കേഷനാണ് പൂർവ്വമീമാംസ പ്രധാനമായും നമുക്ക് നൽകുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് റിച്വലിസം, സാക്രിഫൈസ് അല്ല യജ്ഞങ്ങൾ, ഇതിനുള്ളൊരു പ്രാധാന്യത്തെ സംബന്ധിച്ച് അവരിത് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ദ മീമാംസ ദർശന ബിലീവ്സ് ഫേംലി ഇൻ ദ പെർഫോമൻസ് ഓഫ് റിച്വൽസ് ആൻഡ് സപ്പോർട്ട്സ് ദ വ്യൂ ദാറ്റ് ദ ബോഡി ഈസ് പെരിഷബിൾ ബട്ട് ദ സോൾ സർവൈവ്സ് ഈവൻ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ് റിസർവ്സ് ദ റൈറ്റ് ടു എൻജോയ് ദ ഫ്രൂട്ട് ഓഫ് ദ റിച്വൽസ് ഇൻ ഹെവൻ. The school firmly believes in the preservation of the effect or the fruit of the rituals by a remarkable power. This philosophical system of Purva Mimamsa was founded by Jaimini. Performance of daily duties or the Nitya Karma is the ultimate goal of man. Purva Mimamsa regards the Veda as central, eternal and authorless and of infallible authority. According to them, the Veda are to be interpreted and by giving a philosophical justification for the Vedic ritualism. അപ്പം ജൈമിനിയാണ് ഈ മീമാംസ സ്കൂളിൻ്റെ സ്ഥാപകൻ. ഇവർ പ്രധാനമായിട്ട് നിത്യകർമ്മ, ദൈനംദിനമുള്ള ഓരോ ആളുകളും പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടിയെ സംബന്ധിച്ചാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അങ്ങനെ പ്രാധാന്യം നൽകുന്ന ഒരു ഫിലോസഫിയാണുള്ളത്. അതുപോലെ തന്നെ ഇവർ ശരീരം നശിച്ചാലും ആത്മാവ് ഉണ്ടെന്നും ആത്മാവ് പിന്നീട് വരുമെന്നുമൊക്കെയുള്ളൊരു വിശ്വാസ പ്രമാണം മുന്നോട്ട് വെക്കുന്നവരാണ്. അതുപോലെ തന്നെ റിച്വൽ പെർഫോമൻസിന് അതിന് വളരെ എഫക്റ്റീവാണ്, അതിന് കുറേ ഗുണങ്ങളുണ്ടെന്നൊക്കെ ഉള്ള ഫിലോസഫിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഓതങ്ങളെ, ഇത് വേദാസ് എറ്റേണലാണ്, ഓതർലെസ്സാണ്, ഇൻഫാലിബിളാണ്, അതിൻ്റെ അതോറിറ്റി അവർ പൂർണ്ണമായി അംഗീകരിക്കുന്നതാണ്. അക്കോർഡിംഗ് ടു ദം ദ വേദ ആർ ടു ബി ഇൻ്റർപ്രിറ്റഡ് ആൻഡ് ബൈ ഗിവിങ് എ ഫിലോസഫിക്കൽ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ വേദിക് റിച്വലിസം. അർത്ഥപതി, അതായത് മീൻസ് ഓഫ് നോളജ് എന്ന നിലയിൽ ഇവർ ന്യായ അക്സെപ്റ്റ് ചെയ്യുന്ന 4 കൂടാതെ തന്നെ അർത്ഥപതി എന്ന് പറയുന്ന ഒരെണ്ണം കൂടെ അവർ സ്വീകരിക്കുന്നത്. അതിനെ സംബന്ധിച്ചാണ് ഈ പേജിൽ വിശദീകരിക്കുന്നത്. അർത്ഥപതി ഈസ് വൺ ഓഫ് ദ പ്രമാണ ആൻഡ് മീൻസ് പോസ്റ്റുലേഷൻ ഡെറിവേഷൻ ഫ്രം സർക്കംസ്റ്റാൻസസ്. ഫോർ എക്സാമ്പിൾ ദാറ്റ്, അതായത് സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാഹചര്യങ്ങളെ പരിശോധിച്ചിട്ട് അവിടെ നിന്നും അറിവ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ അതിനെയാണ് അർത്ഥപതി എന്ന് പറയുന്നത്. ആ അർത്ഥപതി എന്ന് പറയുന്ന ഒരു മീൻസ് ഓഫ് നോളജായിട്ട് തന്നെ ഈ മീമാംസകർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിനൊരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ഫോർ എക്സാമ്പിൾ ദാറ്റ് ഇഫ് ദേവദത്ത ഈസ് ഫാറ്റ് ആൻഡ് ദേവദത്ത ഡസ് നോട്ട് ഈറ്റ് ഇൻ ദ ഡേ, ദെൻ ദ ഫോളോവിങ് മസ്റ്റ് ബി ട്രൂ: ദേവദത്ത ഈറ്റ്സ് ഇൻ ദ നൈറ്റ്. This is a form of postulation and deriving from circumstances is a means to discovery, proper insight and knowledge. അപ്പം ദേവദത്തൻ വളരെ ഫാറ്റാണ്, അയാൾ പകൽ സമയം ഭക്ഷണം കഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അയാൾ ഫാറ്റാണ്, പകൽ സമയം ഭക്ഷണം കഴിക്കുന്നതല്ല. അപ്പോൾ പിന്നെ ദർ ഇസ് നോ ഡൗട്ട് ഹി ഈറ്റ് ഇൻ ദ നൈറ്റ്, അയാൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ രൂപത്തിലാണ് ഈ അർത്ഥപതി ആ മാർഗം ഉപയോഗിച്ച് നമ്മൾ നോളജ് കരസ്ഥമാക്കാൻ കഴിയുന്നത്. This method is a valid means to conditional knowledge and truths about the subject and object in original premises or different premises. They state that postulation, extrapolation and circumstantial implication is either derivable from other pramanas or flawed means to correct knowledge. Instead, one must rely on direct perception or proper inference. ഇനി മറ്റൊന്ന് അനുഭവലബ്ധിയാണ്. നമുക്കതും കൂടെ ഒന്ന് പരിശോധിക്കാം. അനുഭവലബ്ധി അക്സെപ്റ്റഡ് ഓൺലി ബൈ കുമാരില ഭട്ട, സബ് സ്കൂൾ ഓഫ് മീമാംസ, മീൻസ് നോൺ പെർസെപ്ഷൻ. അതായത് ഈ കുമാരില ഭട്ട ഇത് മീമാംസ സ്കൂളിൽ തന്നെ പ്രധാനപ്പെട്ട 2 സബ് ഡിവിഷൻസ് ഉണ്ട്. അതിന് ഒന്നിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് കുമാരില ഭട്ട. അനുഭവലബ്ധി പ്രമാണ സജസ്റ്റ് ദാറ്റ് നോവിങ് എ നെഗറ്റീവ് സച്ച് ആസ് ദർ ഇസ് no jug in this room is a form of valid knowledge. If something can be observed or inferred or proven as non-existent or impossible, then one knows more than what one did without such means. Anubhavalabdhi divided in 4 types: non-perception of the cause, non-perception of the effect, non-perception of object and non-perception of contradiction.
ഇനി ശബ്ദ മീൻസ് റിലയിങ് ഓൺ വേർഡ്, ടെസ്റ്റിമണി ഓഫ് പാസ്റ്റ് ഓർ പ്രസൻറ്റ് റിലയബിൾ എക്സ്പേർട്സ്. വിദഗ്ധരായിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള ആളുകളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന പ്രബോധനം അല്ലെങ്കിൽ വാക്കുകളാണ് ശബ്ദ എന്ന പ്രമാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് നോളജ് നേടാം, അത് കഴിയും. അതിനെ നമുക്ക് അല്ല വെർബൽ ടെസ്റ്റിമണിയെ ഒരു വാലിഡ് നോളജ് ഇൻസ്ട്രുമെൻ്റായി അല്ല മാർഗമായി നമുക്ക് സ്വീകരിക്കാം എന്നാണ് മീമാംസകർ മുന്നോട്ട് വെക്കുന്നത്. എ ഹ്യൂമൻ being need to know numerous facts and with the limited time and energy available. He can learn only a fraction of those facts and truths directly. He must rely on others with the limited time and energy available. He can learn only a fraction of those facts and truths directly. He must rely on others, his parent, family, friends, teachers, ancestors, and kindred members of society to rapidly acquire and share knowledge and thereby enrich each other's lives. So, Shabda Pramana has got the greatest importance in Mimamsa testimony. Testimony is verbal authority. Mimamsa divides testimony into personal and impersonal. The former is the testimony of the trustworthy person, the latter is the testimony of the Veda. അപ്പം പ്രധാനമായും മനുഷ്യർ ഒത്തിരി ഫാക്റ്റുകളും നോളജുകളും ഒക്കെ അറിയേണ്ടതുണ്ട് ഈ ജീവിതത്തിൽ. പക്ഷേ വളരെ ലിമിറ്റഡ് ടൈമും എനർജിയുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ ഇത്തരത്തിലുള്ള ആശയങ്ങൾക്കും അറിവുകൾക്കും ആശ്രയിക്കേണ്ടി വരും. നമ്മുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ടീച്ചർമാരെയും പേരൻറ്റിനെയും നമ്മുടെ അങ്ങനെ പല ആളുകളെയും നമുക്ക് ആശ്രയിക്കേണ്ടി വരും. അത് നമുക്ക് സ്വീകാര്യമാണ് എന്നാണ് മീമാംസകർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ശബ്ദേനെ രണ്ടായിട്ടുണ്ട്. ഒന്ന് ശബ്ദ പ്രമാണെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള മനുഷ്യർ നൽകുന്നത്. പക്ഷേ ഇംപേഴ്സണൽ എന്ന് പറഞ്ഞാൽ വേദ അപുരുഷയങ്ങളാണ്, ദൈവത്താൽ നിർമ്മിതമായതാണ്. അതുകൊണ്ട് വേദങ്ങൾ ഇൻഫാലിബിളാണ്, അത് തെറ്റത്തേയില്ല. പക്ഷെ മറ്റതിന് തെറ്റാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ അത്തരം നോളജുകൾ ട്രസ്റ്റ് വർത്തി പേഴ്സൺസിൽ നിന്ന് മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇറ്റ് ഈസ് വാലിഡ് ഇൻ ഇറ്റ് സെൽഫ്, ഇറ്റ് ഹാസ് ഇൻട്രൻസിക് വാലിഡിറ്റി, ബട്ട് ദ ഫോർമർ ഈസ് നോട്ട് വാലിഡ് ഇൻ ഇറ്റ് സെൽഫ്. ഇറ്റ്സ് വാലിഡിറ്റി ഈസ് ഇൻഫേർഡ് ഫ്രം ദ ട്രസ്റ്റ് വർത്തി ക്യാരക്ടർ ഓഫ് ദ പേഴ്സൺ. ദ വേദ ഈസ് എറ്റേർണൽ ആൻഡ് odorless. Veda deals with the dharma and the objects denoted by it cannot be known by perception, inference, companion or any other means of valid knowledge. Vedanta is one of the 6 Astika school of Indian philosophy, literally meaning end of the Vedas. Vedanta, Vedathinte andamayi varunathu. Vedanta reflects ideas that emerged from or were aligned with the speculations and philosophy contained in the Upanishad, specifically knowledge and liberation. അപ്പോൾ ജ്ഞാനത്തെ സംബന്ധിച്ച് മോക്ഷത്തെ സംബന്ധിച്ചൊക്കെ ഉപനിഷത്തുകളിൽ ഉൾച്ചേർന്നിട്ടുള്ള തത്വശാസ്ത്രത്തെ കൂടുതൽ വികസിപ്പിക്കുകയാണ് വേദാന്ത ഫിലോസഫി ചെയ്തിട്ടുള്ളത്. വേദാന്ത കണ്ടെയ്ൻസ് മെനി സബ് ട്രഡീഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് എ കോമൺ ടെക്സ്ച്വൽ കണക്ഷൻ കോൾഡ് ദ പ്രസ്ഥാനത്രയാസ്. അപ്പോൾ പ്രധാനമായിട്ടും വേദാന്ത ഫിലോസഫിയുടെ ഒരു ബേസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്രയാസാണ്. അത് പ്രസ്ഥാനത്രയാസ് എന്ന് പറയുന്ന 3 ബുക്കുകളാണ്. അത് ഒന്ന് ഉപനിഷത്ത്, ഒന്ന് ബ്രഹ്മസൂത്ര ആൻഡ് ദ ഭഗവത്ഗീത. ഇത് 3മാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഓൾ വേദാന്ത സ്കൂൾ ഇൻ ദെയർ ഡെലിബറേഷൻസ് കൺസേൺ ദംസെൽസ് വിത്ത് ബട്ട് ഡിഫർ ഇൻ ദെയർ വ്യൂസ് റിഗാർഡിംഗ് ഓണ്ടോളജി, epistemology. The main tradition of Vedanta are Advaita, Vishishtadvaita and Dvaita. അപ്പോൾ ഈ വേദാന്ത സ്കൂളുകളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും പല കാര്യങ്ങളെക്കുറിച്ചിട്ടും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമാണ് പുലർത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വേദാന്ത സ്കൂളുകളെന്ന് പറയുന്നത് അദ്വൈത ഫിലോസഫി, അതിൻ്റെ ഫൗണ്ടർ ശങ്കരനാണ്. വിശിഷ്ട അദ്വൈത രാമാനുജരാണ്. അതുപോലെ തന്നെ മാധ്വാചാര്യരുടെ ദ്വൈത സിദ്ധാന്തം. ഇങ്ങനെ കുറച്ച് സിദ്ധാന്തങ്ങളാണ് വേദാന്ത ഫിലോസഫിയിൽ വരുന്നത്. വേദാന്തം എന്ന് പറഞ്ഞാൽ അദ്വൈതം മാത്രമല്ല ഉള്ളത്. അപ്പോൾ അത് നമുക്ക് 1 by 1 ആയിട്ടൊന്ന് പരിശോധിക്കാം.
Advaita Vedanta is the oldest tradition of Vedanta. Advaita literally means as non-dualism or monism. It is the tradition of interpretation of the Prasthanatrayas, that is the Upanishads, the Brahma Sutra and the Bhagavad Gita, and one of the sixth orthodox Indian philosophies. The most prominent exponent of the Advaita Vedanta is the 8th century Vedic scholar and teacher, Adi Shankara. The non-duality of Brahman, the non-reality of the world, and the non-difference of the soul from Brahman. These constitute the teaching of Advaita. The most prominent exponent of Advaita Vedanta is the 8th century Vedic scholar and teacher Adi Shankara. The non-duality of Brahman, the non-reality of the world, and the non-difference of the soul from Brahman. This constitute the teaching of Advaita. Advaitയുടെ പ്രധാന ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? നോൺ റിയാലിറ്റി ഓഫ് ദ വേൾഡ്. ഈ കാണുന്ന ലോകം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്, അത് റിയൽ അല്ല. ഇത് റിയൽ എന്ന് പറയുന്നത് ഒന്നിലധികമില്ല, അതൊന്നു മാത്രമാണ്, അത് ബ്രഹ്മനാണ്. ആ ബ്രഹ്മൻ നമ്മുടെ ആത്മനുമായി സെയിമാണ്. സബ്ജക്റ്റീവ്ലി ആത്മനും, എന്നാൽ പ്രാപഞ്ചികമായി ഒബ്ജക്റ്റീവ്ലി പരിശോധിക്കുമ്പോൾ ബ്രഹ്മനും. പക്ഷേ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിന് ക്വാളിറ്റേറ്റീവ്ലി വ്യത്യാസമില്ല, ക്വാണ്ടിറ്റേറ്റീവ്ലി മാത്രമാണ് വ്യത്യാസം. അതിന് ഉദാഹരണമായി അവർ പറയുന്നത്, തീ ബ്രഹ്മനാണെങ്കിൽ തീയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു തീപ്പൊരിയാണ് ആത്മൻ. അപ്പോൾ തീപ്പൊരിയും തീയും തമ്മിൽ ഒരേ ക്വാളിറ്റിയാണുള്ളത്, പക്ഷേ ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. ഇത് മാത്രമാണ് ബ്രഹ്മനും ആത്മനും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ശങ്കരാചാര്യർ അദ്വൈത ഫിലോസഫിയിൽ പറയുന്നത്. നമുക്ക് പരിശോധിക്കാം ബ്രഹ്മൻ എന്താണെന്നൊന്ന് പരിശോധിക്കാം. ബ്രഹ്മൻ, ദ ടു ടേംസ് ഫ്രീക്വൻ്റ്ലി എംപ്ലോയ്ഡ് ഇൻ ദ ഉപനിഷത്ത് to indicate the ultimate reality are Brahman and Atman. The ultimate reality of the objective cosmos and the ultimate reality of the subjective self are one and the same. The Brahman, which is ultimate reality, must be spiritual in nature. As the ultimate reality, Brahman is unconditioned, without attributes and without qualifications. Brahman the same as Nirguna and the Saguna. Brahman as it is in self and Brahman as it is in relation to the world. The former is the unconditioned Brahman. The latter is Brahman as conditioned and is subject to configuration and change. Brahman cannot be defined in terms of any category. Its nature is indicated by the negative way as Nedi Nedi. This Brahman is beyond any cosmic framework of space, time and causality. Thus it is acosmic or nishprabanja. This does not mean, however, that Brahman is nothingness or countless void. It is the plenary being, the sole reality. Maya. The term Maya is often translated as illusion. ഈ വേൾഡ് റിയൽ അല്ല, ഇതൊരു മിഥ്യയാണ്, മായയാണെന്നുള്ള സങ്കല്പത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ ടേം മായ ഈസ് ഓഫൻ ട്രാൻസ്ലേറ്റഡ് ആസ് ഇല്യൂഷൻ, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് മേക്സ് ഫോർ ദ വേൾഡ്. The concept of Maya is best clarified by setting forth its epistemological and ontological meanings. From an epistemological point of view, Maya is our ignorance of the difference between appearance and reality. It is a lack of knowledge. It is not knowing the real and also thinking that appearance are real due to avidya. Mistakes. What is sublatable as unsublatable and vice versa. Maya is not only lack of knowledge but positive wrong knowledge. അപ്പം മായ എന്ന് പറയുന്നത് പൂർണ്ണമായും നെഗറ്റീവായിട്ടുള്ളൊരു നോളജ് അല്ല, മറിച്ച് അത് പോസിറ്റീവായിട്ടുള്ളൊരു നോളജ് ആണെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റിയലൈസേഷൻ ഓർ ക്രൈറ്റീരിയൻ ഓഫ് ട്രൂത്ത്. എങ്ങനെയാണ് ട്രൂത്ത്, എന്താണ് ട്രൂത്ത്, എന്താണ് റിയാലിറ്റി എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. സത്തത്രയാസ് അഥവാ 3
യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത് സത്തത്രയാസത്തിൽ. ഒന്ന് ഈസ് ദ ഹെറിറ്റിക്കൽ ഡിഫറൻഷിയേഷൻ ഓഫ് ദ റിയൽസ് ഓർ എക്സിസ്റ്റൻസ് ദാറ്റ് ശങ്കര മേക്സ്. ഹി റെക്കഗ്നൈസ് 3 ഗ്രീഡ്സ് ഓഫ് റിയാലിറ്റി. 3 തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളുണ്ട്, സത്യങ്ങളുണ്ടെന്നാണ്. ഒന്ന് പ്രതിഭാസിക സത്ത ഇല്യൂഷറി റിയാലിറ്റി. 2 വ്യവഹാരിക സത്ത എംപെരിക്കൽ റിയാലിറ്റി. 1 പാരമാർത്ഥിക സത്ത ഓണ്ടോളജിക്കൽ റിയാലിറ്റി. അതായത് പ്രതിഭാസിക റിയാലിറ്റി എന്ന് പറയുന്നത് ചെറിയ നമ്മുടെ മനസ്സിൽ തോന്നുന്ന നമ്മളുടെ മനസ്സുകളിൽ തോന്നുന്ന ഡെല്യൂഷൻ, ഡിസയർ, ഇതിനെയൊക്കെയാണ്. അതിനൊക്കെ വളരെ ചുരുങ്ങിയ എക്സിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അത് സ്വപ്നം പോലെയാണ്. നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നം അവസാനിക്കുന്നത് പോലെ വളരെ ചെറിയ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് റിയലായിട്ട് തോന്നുകയും ചെയ്യും. അങ്ങനെ വളരെ ചെറിയ ഒരു കാലയളവ് മാത്രമുള്ളതിനെയാണ് പ്രതിഭാസിക എന്ന് പറയുന്നത്. എന്നാൽ വ്യാവഹാരിക സത്ത എംപിരിക്കൽ റിയാലിറ്റി, ഈ നമുക്ക് ചുറ്റുമുള്ള ഈ കാര്യങ്ങളെല്ലാം ഒരു പ്രത്യേക കാലയളവ് വരെ അത് റിയലായിരിക്കും. ഒരു പ്രത്യേക ടൈം പീരീഡ് വരെ ഒരു റിയൽ. ഇപ്പോൾ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട്, ആ മനുഷ്യൻ ഒരു 100 വർഷത്തിന് മുമ്പും ഇവിടെ ഇല്ലായിരുന്നു, 100 വർഷത്തിന് ശേഷവും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ലോങ് പീരീഡ് നോക്കുമ്പോൾ ഇതൊന്നും റിയൽ അല്ല എന്ന് തോന്നും. എന്നാൽ അത് നിലനിൽക്കുന്ന സമയത്ത് അത് റിയൽ ആണെന്നുള്ളതാണ് എംപെരിക്കൽ റിയാലിറ്റി വിശദീകരിക്കുന്നത്. പിന്നെ പാരമാർത്ഥിക സത്ത, അതായത് ഇതിനൊക്കെ അപ്പുറം എറ്റേർണലായിട്ടുള്ള ഒരു പാരമാർത്ഥികമായിട്ടുള്ളൊരു ലോകമുണ്ട്. അതിനെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടാവണമെന്നാണ് ഇവിടെ അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇനി അടുത്ത സ്കൂള് വിശിഷ്ട അദ്വൈതയാണ്. വിശിഷ്ട അദ്വൈത നമ്മളുടെ രാമാനുജാചാര്യനാണ് വിശിഷ്ട അദ്വൈതയുടെ സ്ഥാപകൻ. Vishishta Advaita is one of the most popular schools of the Vedanta school of philosophy. Vishishta Advaita is a non-dualistic school of Vedanta philosophy. It is non-dualism of the qualified whole, in which Brahman alone is seen as the supreme reality, but is characterized by multiplicity. It can be described as qualified monism or qualified non-dualism or attributive monism, which believes in all diversity subsuming to an underlying unity. Ramanuja is the main proponent of Vishishta Advaita philosophy, contends that the Prasthanatraya, namely the Upanishad, the Bhagavad Gita and the Brahma Sutra, are to be interpreted in a way that shows this unity in diversity, for any other way would violate their consistency. രാമാനുജനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എക്സ്പോണൻ്റ്, അല്ലെങ്കിൽ ഇത് സ്ഥാപിച്ചത്. വേദാന്ത ഫിലോസഫിയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ളൊരു ഫിലോസഫിയാണ് വിശിഷ്ട അദ്വൈത ഫിലോസഫി. വിശിഷ്ട അദ്വൈത ഫിലോസഫിയുടെ കൺസെപ്റ്റ് ഓഫ് ബ്രഹ്മൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഫോർ രാമാനുജ, ബ്രഹ്മൻ ഇസ് ദ യൂണിറ്റി ഓഫ് ദ ഡിഫറെൻറ്റ് സെൽഫ്സ് ആൻഡ് മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഓഫ് ദ ഫിനോമിനൽ വേൾഡ്. ഈ ലോകത്തിലെ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സെൽഫ്, ആത്മാവും സ്പിരിറ്റും എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന ആ യൂണിറ്റി ചെയ്യുന്ന ആ ശക്തിയാണ് ബ്രഹ്മൻ. ബ്രഹ്മൻ ആസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദീസ് ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഈസ് ദ അണ്ടർലൈങ് സബ്സ്ട്രാറ്റം. എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ആ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ബ്രഹ്മനാണ്. ഇൻഡിവിജ്വൽ സെൽഫ്സ് ആൻഡ് മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആർ റിലേറ്റഡ് ടു ബ്രഹ്മൻ ആസ് പാർട്ട് ടു എ whole. Each part is separate and yet not different in substance from the whole. Just as qualities are real but cannot exist independently of substance, so also the selves and objects are as part of ultimate reality but cannot exist independently of it. The cornerstone of the system is the identification of personal God with the Brahman or absolute reality. The concept of world of Vishishta Advaita. The world and soul are as real as God himself. ദൈവത്തെ പോലെ തന്നെ സോളും ഗോഡും എല്ലാം, സോളും ഈ അതുപോലെ തന്നെ വേൾഡും ഒക്കെ റിയൽ ആണെന്ന് തന്നെയാണ് വിശിഷ്ട അദ്വൈത ഫിലോസഫി മുന്നോട്ട് വെക്കുന്നത്. ദ മെറ്റീരിയൽ വേൾഡ് ആൻഡ് ദ സോൾ ആർ അബ്സല്യൂട്ട്ലി റിയൽ ദോ ദേ ആർ അബ്സല്യൂട്ട്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ഗോഡ്. ഇത് റിയലാണ്, അതല്ലാതെ മായയൊന്നുമല്ല, ഇത് റിയലാണ്. പക്ഷേ ഇത് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന വസ്തുതകളാണ്. രാമാനുജ ബിലീവ്സ് ഇൻ
Sadkaryavada, the theory that the effect necessarily pre-exists in its material cause. Creation is only explicit manifestation of the effect, which was already implicitly contained in its material cause, and destruction means only the return of the effect in the bosom of the material cause. Though substance in themselves in relation to God, they are merely his attributes or modes. They always qualify God and form his body, and he is their soul. They are organically related to him and are not external to him. Jiva. We now consider Ramanuja's conception of Sit or Chit or the individual soul. It is described as a Pragara mode of God, by which is meant that it is an accessory to him, and not that it is a made in the sense of being transformation of him, and not that it is a made in the sense of being a transformation of him. It is spiritual കൺസെപ്റ്റ് ഓഫ് ജീവയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജീവാസ് തന്നെ 3 തരമുണ്ട്. അത് ഈ ജീവ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ സബ്സ്റ്റൻസ് ആണ്. അത് അബ്സല്യൂട്ട്ലി റിയൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ജീവ. അപ്പോൾ ജീവ തന്നെ 3 ടൈപ്പ് ഉണ്ട്. അതൊന്ന് വായിക്കാം. ദോസ് ദാറ്റ് വെയർ നെവർ ഇൻ ബോണ്ടേജ് ആൻഡ് ഹാവ് ദെയർഫോർ ഓൾവേസ് ബീൻ ഫ്രീ, നിത്യമുക്ത. അവർക്ക് ബന്ധനങ്ങളൊന്നിൻ്റെ ഇല്ല, അവർ നിത്യമുക്തമാണ്. 2, ദോസ് ദാറ്റ് ഹാവ് പാസ്ഡ് ത്രൂ ദ ordeals of life and have through successful self-discipline become free, മുക്ത. അതായത് ശരിയായ നിലയിലുള്ള അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനങ്ങൾ വഴി മുക്തമായതാണ് മുക്ത. അപ്പം നിത്യമുക്ത, മുക്ത. ദോസ് ദാറ്റ് ആർ സ്റ്റിൽ ദ പ്രോസസ് ഓഫ് ട്രാൻസ്മൈഗ്രേഷൻ, ബദ്ധ. അതായത് ട്രാൻസ്മൈഗ്രേഷൻ മോക്ഷത്തിലേക്കുള്ള പ്രവർത്തനത്തിലുള്ള ആ യാത്രയിലുള്ള ഉള്ള ജീവാസിനെയാണ് നമ്മൾ ബദ്ധ എന്ന് പറയുന്നത്. ദ്വൈത ബ്രഹ്മൻ ആൻഡ് 5 ഭേദാസ്. ദ്വൈത മറ്റൊരു സ്കൂളാണ് ദ്വൈത, വേദാന്ത സ്കൂളാണ് ദ്വൈത. അപ്പം ആ ദ്വൈത സ്കൂളിൻ്റെ ബ്രഹ്മൻ ആൻഡ് 5 ഭേദാസ് എന്ന സങ്കല്പമാണ് നമ്മളിവിടെ ഇപ്പോൾ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ദ സ്കൂൾ ഓഫ് ദ്വൈത വേദാന്ത വാസ് ഫൗണ്ടഡ് ബൈ മാധ്വാചാര്യനാണ് ഈ സ്കൂളിൻ്റെ ഫൗണ്ടർ. ബ്രഹ്മൻ ഈസ് ഒമിനിഷ്യൻ്റ്. ഇവരുടെ അഭിപ്രായത്തിൽ ബ്രഹ്മൻ ഒമിനിഷ്യൻ്റ് ആണ്, ഒമിനി പ്രസൻ്റ് ആൻഡ് ഒമിനിപൊട്ടൻ്റ് ആണ്. സർവ്വവ്യാപിയായിട്ടുള്ള ഒരു ശക്തിയാണ് ബ്രഹ്മൻ എന്നാണ് അവർ പറയുന്നത്. അക്കോർഡിംഗ് ടു മാധ്വ, ജെനുവിൻ നോളജ് ഈസ് ദ ആർട്ടിക്കുലേഷൻ ഓഫ് പെർസീവ്ഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ തിങ്സ് ആസ് വെൽ ആസ് ബിറ്റ്വീൻ തിങ്സ് ആൻഡ് ദ പെർസീവിങ് സെൽഫ്. അതായത് ശരിയായിട്ടുള്ള അറിവ് എന്ന് മാധ്വാചാര്യൻ പറയുന്നത് വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസം അറിയലാണ് യഥാർത്ഥത്തിലുള്ള അറിവെന്നാണ് അദ്ദേഹം പറയുന്നത്. അക്കോർഡിംഗ് ടു മാധ്വ, ബ്രഹ്മൻ ദ ക്രിയേറ്റർ ആൻഡ് ദ ലോർഡ് ഓഫ് ദ വേൾഡ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ വേൾഡ്. അപ്പം അദ്ദേഹം പറയുന്നത് ബ്രഹ്മൻ ഈ ലോകത്തെ സൃഷ്ടിച്ചെങ്കിലും ലോകത്തിൽ നിന്ന് അദ്ദേഹം വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്, ലോകം തന്നെ അദ്ദേഹമായിട്ടല്ല. അങ്ങനെ ചില സ്കൂളുകളും പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. For Madhva, reality then consists of 3 eternal, absolutely real and irreducibly distinct entities, namely Brahman. അതായത് 3 റിയാലിറ്റിയിലേക്ക് ഈ ലോകത്തെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഈ ലോകം ഉണ്ടായിരിക്കുന്നത് 3 യാഥാർത്ഥ്യം വഴിയാണ്. ആ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ബ്രഹ്മൻ, സെൽഫ് ആൻഡ് മാറ്റർ. ദോ ദ ലാസ്റ്റ് 2 ആർ അബ്സല്യൂട്ട്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഫസ്റ്റ്. എന്നാൽ 3 ഉള്ളതെങ്കിലും ബ്രഹ്മൻ മാത്രമാണ് അബ്സല്യൂട്ടായിട്ടുള്ളത്. സെൽഫ്സും മാറ്ററും ഈ ബ്രഹ്മനെ ഡിപ്പെൻഡ് ചെയ്താണ് നിലനിൽക്കുന്നത്. മാധ്വ റിഗാർഡ്സ് ശങ്കരാസ് നിർഗുണ ബ്രഹ്മൻ നോട്ട് ആസ് റിയാലിറ്റി ബട്ട് ആസ് ആൻ എംറ്റി ആൻഡ് അബ്സേർഡ് കൺസെപ്റ്റ് ആൻഡ് ടേക്സ് ശങ്കരാസ് സഗുണ ബ്രഹ്മൻ ഈസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. അപ്പം മാധ്വാചാര്യൻ ശങ്കരൻ്റെ നിർഗുണ ബ്രഹ്മൻ എന്ന് പറയുന്ന സങ്കല്പത്തെ നിരാകരിക്കുകയും അദ്ദേഹത്തിൻ്റെ സഗുണ ബ്രഹ്മനെ എന്ന സങ്കല്പം സ്വീകരിക്കുക, അതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് സമർത്ഥിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ. മാധ്വ ടീച്ചേഴ്സ് ദാറ്റ് ബ്രഹ്മൻ ഈസ് ഗോഡ്. ബ്രഹ്മൻ എന്ന് പറയുന്നത് ഗോഡാണ്. ദ ക്രിയേറ്റർ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാണ്. സസ്റ്റെയ്നർ, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ നിലയിൽ നിർത്തിപ്പോകുന്ന, സ്ഥിതി
നിർത്തിപ്പോകുന്ന, ആൻഡ് ഡെസ്ട്രോയർ സംഹാരം, സ്ഥിതി സംഹാരം, സൃഷ്ടി, ഈ മൂന്നിൻ്റെയും ലോഡാണ് ദൈവം അല്ലെ ബ്രഹ്മൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. and is the Lord of karma. God creates the world only in the sense that by his will he brings into existence the world of variety and multiplicity. ദൈവം സ്വന്തം ഇഷ്ടപ്രകാരം സൃഷ്ടിച്ചതാണ് ഈ ലോകമെന്നാണ് മാധവാചാര്യൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പഞ്ചഭേദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഫോർ മാധ്വ, ജെനുവിൻ നോളജ് ഇസ് ദ ആർട്ടിക്കുലേഷൻ ഓഫ് പെർസീവ്ഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ തിങ്സ് ആസ് വെൽ ആസ് ബിറ്റ്വീൻ തിങ്സ് ആൻഡ് ദ പെർസീവിങ് സെൽഫ്. അപ്പോൾ വസ്തുക്കളും ആ പെർസീവ് ചെയ്യുന്ന സെൽഫും തമ്മിലുള്ള വ്യത്യാസത്തെ അറിയലാണ്, അല്ലെങ്കിൽ വസ്തുക്കൾ പരസ്പരമുള്ള വ്യത്യാസങ്ങളെ അറിയലാണ് യഥാർത്ഥ നോളജ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാധ്വാസ് ഫിലോസഫി ഈസ് ദസ് ത്രൂ എ ഫിലോസഫി ഓഫ് ഡിഫറൻസസ് ആർ ഡിസ്റ്റിങ്ഷനിസം. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഡിസ്റ്റിങ്ഷനിസം എന്നാണ് അറിയപ്പെടുന്നത്. ഹി റെക്കഗ്നൈസസ് 5 ഫണ്ടമെൻ്റൽ ആൻഡ് അബ്സല്യൂട്ട് ഡിസ്റ്റിങ്ഷൻസ്. 5 വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങളെയാണ് അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ദീസ് ആർ നോൺ ആസ് പഞ്ചഭേദാസ്. ഇതിനെയാണ് പഞ്ചഭേദാസ് എന്ന് പറയുന്നത്. അതൊന്ന് വായിക്കാം. ദ ഡിഫറൻസസ് ആർ 1 ബിറ്റ്വീൻ ബ്രഹ്മൻ ആൻഡ് ഇൻഡിവിജ്വൽ സെൽഫ്സ്, ബിറ്റ്വീൻ ബ്രഹ്മൻ ആൻഡ് മാറ്റർ, ബിറ്റ്വീൻ മാറ്റർ ആൻഡ് ഇൻഡിവിജ്വൽ സെൽഫ്സ്, ബിറ്റ്വീൻ വൺ ഇൻഡിവിജ്വൽ സെൽഫ് ആൻഡ് അനദർ ആൻഡ് ബിറ്റ്വീൻ വൺ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആൻഡ് അനദർ. ഇങ്ങനത്തെ 5 ഭേദങ്ങളാണ് വ്യത്യാസങ്ങളാണുള്ളത്. 5 വ്യത്യാസങ്ങളെ അറിയലാണ് യഥാർത്ഥ ജ്ഞാനമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. മാധവ ഡിവൈഡ്സ് ദ യൂണിവേഴ്സ് ഇൻറ്റു ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ബീയിങ്. ബ്രഹ്മൻ ഈസ് ദ സോൾ ഇൻഡിപെൻഡൻറ്റ് ബീയിങ്. സെൽഫ്സ് ആൻഡ് മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഡിപ്പെൻഡ് അപ്പോൺ ബ്രഹ്മൻ ഫോർ ദെയർ എക്സിസ്റ്റൻസ്. മാധവ ഈ പ്രപഞ്ചത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഡിപ്പെൻഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. ബ്രഹ്മൻ മാത്രമാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ എക്സിസ്റ്റൻസും ബ്രഹ്മനെ ഡിപ്പെൻഡ് ചെയ്താണ് നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്.